ഹലോ. ആ ഷമീറാണ്. എന്താ ഷമീറെ? ഒന്നുമില്ല, പറയല വിളിച്ചിട്ട്. ശരി. നിങ്ങളെ പല വീഡിയോസിലും കാണുന്ന ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമുണ്ട്. ഉം. നേരത്തെ സംസാരിക്കാൻ വിളിച്ചേ. ഈ നേരത്തെ ഇന്നലത്തെ തന്നെ വേണോ? ഞാൻ വീഡിയോസിലുണ്ട്. ലൈവിന് വേണ്ടിയിട്ട് വീഡിയോ കട്ട് ഇന്ന് ലൈവ് ചെയ്തോണ്ടിരിക്കുക. ഉണ്ടാ? ഞാനത് മടിക്കാറുണ്ട്. പിന്നെ ഏതാ വിഷയം പറയും, നമുക്ക് സംസാരിക്കണം ഏഹ്, നോക്കാം. ഇസ്ലാമിലെ സാഹോദര്യം മറ്റു ഇസ്ലാമിലെ മതസ്ഥരോടുള്ള. സാഹോദര്യത്തില് ഞാൻ പറഞ്ഞാണല്ലോ, മൂല്യന്മാര് പറയണല്ലേ. അല്ല, നിങ്ങൾ പല കിതാബിലുള്ളത് വീഡിയോസിലും. മൂല്യന്മാര് വിശദീകരിച്ചു തരണല്ലേ നമുക്ക് ഇസ്ലാം. അല്ല, ഞാൻ പറയട്ടെ. ഉം. നിങ്ങളെ ഈ വിമർശനം ഇങ്ങനെയാണ്. അതായത് ഉം. ഇസ്ലാമിൽ ആഹ്, പൊതുവെ സാഹോദര്യമുണ്ട്, പക്ഷെ അത് മറ്റു മതസ്ഥരോട് അങ്ങനെ ഒരു സാഹോദര്യം ഇല്ല എന്നാണ്. സാഹോദര്യം, അല്ലെ? സാഹോദര്യ ബന്ധമില്ല. ഇല്ല. സാഹോദര്യ ബന്ധം ഇല്ല എന്നുള്ള. ഉം. അങ്ങനെ സഹോദരൻ എന്ന് വിളിക്കാനോ ഒന്നും പറ്റൂല. വിളിക്കാൻ പറ്റില്ല എന്നാണ് ഖുറാനും ആയത്തൊക്കെ ഓതിക്കൊണ്ട് ഹദീസൊക്കെ ഓതിക്കൊണ്ട് ഇവിടെ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ആലിമീങ്ങളും ഷേഖന്മാരൊക്കെ പറയുന്നത്. നിങ്ങൾ മദ്രസ പോയിട്ടില്ലേ? ഏ? മദ്രസ പോയിട്ടില്ലേ? കുഞ്ഞെ എല്ലാ കാര്യവും മദ്രസ പഠിപ്പിക്കുവോ? ചോദിക്കാണ്, ആ പോയിട്ടുണ്ടോന്ന്. മദ്രസ പോയിട്ടുണ്ട്. എത്ര വരെ പോയിട്ടുണ്ട്? ഞാനൊരു 6-7 പോയിട്ടുണ്ടാവും. 7 വരെ പോയിട്ടുണ്ട്. ഉം. അവിടെ എങ്ങനെ 6-ാം എന്ത് ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. 7-ാം പഠിപ്പിച്ചെടുത്തുണ്ടോ? ക്ലാസ് നമുക്ക് പരീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളൂ. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത്, അവിടെ അങ്ങനെ പഠിപ്പിച്ചിരുന്നോ? അതാ പറഞ്ഞ, ഇല്ല. മദ്രസയിൽ എല്ലാ സാധനവും പഠിപ്പിക്കൂലല്ലോ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. ഇല്ലാന്നല്ലേ പറഞ്ഞത്? ഖുർആനിലുണ്ട് സാഹോദര്യം മുസ്ലിങ്ങൾക്കിടയിലുള്ളതെന്ന്. അതുണ്ട്, ആ ഉണ്ട്. ആ പിന്നെ അങ്ങനെ ഖുർആനിൽ എല്ലാന്നുണ്ടോ? ഏ ആ മറ്റും സാഹോദര്യം, മതസ്ഥരോട് സാഹോദര്യം സാഹോദര്യം എന്ന് ഇല്ലാന്നുണ്ടോ? പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിലാണ് പറഞ്ഞ പിന്നെന്താ? അത് പിന്നെ ഞാൻ കാഫറുകൾ, പറഞ്ഞത് നിങ്ങൾക്ക് ആയിട്ട് കാഫറുകളോട് ഞാൻ പറഞ്ഞുതരാം. പരുഷമായിട്ട് പെരുമാറണമെന്നുണ്ട്. ഉണ്ട്. കാഫറുകളെ പിന്നെ ഉറ്റ ഉം. മിത്രങ്ങളാക്കരുത് എന്നുണ്ട്. ആ ഉം. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, സാഹോദര്യം ഇല്ല. സഹോദരം സാഹോദര്യം എന്ന് പറയാൻ നിങ്ങൾ പറയൂ, പറ്റൂലെന്നാണോ? എല്ലാ മനുഷ്യരും സഹോദരി സഹോദരന്മാരാണ് ആ, എന്നൊരു സങ്കല്പമാണ് ഇസ്ലാമിലുള്ളത്. നിങ്ങൾ ഉണ്ട്. പ്രൂവ് ചെയ്തോളി. ഖുറാനില് പ്രൂവ് ചെയ്തോളി. ഒന്നാമത്തെ ക്ലൂ അല്ല, ഒന്നാമത്തെ ഉം. തെളിവ് ഉം. സൂറത്ത് നിസായില് ഒന്നാമത്തെ ആയത്ത്. എല്ലാ മനുഷ്യരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും ആണെന്നല്ലേ? ആ, നിങ്ങൾ ഇന്നലത്തെ അതുണ്ട്. വീഡിയോ കണ്ടോ? ഇന്നലത്തെ വീഡിയോ കണ്ട്, ആ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതില് പിന്നെ സംശയത്തിന് തീർത്തു കൊടുക്കുന്ന സൗദി ഷെയ്ഖിന്റെ പേരറിയോ? പണ്ഡിതന്റെ പേര്? സൗദി സഹിക്കല്ലല്ലോ നമ്മളെ ചർച്ച, ഖുറാനും ഹദീസും അല്ലേ. നിങ്ങൾ പറയും. നിങ്ങൾ ഓരോ അതിന് ഫത്വ അല്ല, ആ കൊടുക്കുമ്പോ ഉസ്താദ് അതിന്റെ നോണ ആ പറഞ്ഞതാ. ചോദ്യത്തിന്റെ പറഞ്ഞോളി, നിങ്ങൾ ചോദ്യകർത്താവിനും പറഞ്ഞോളി. സൂറത്ത് അനുസരിച്ചായിരിക്കും നിസായിലെ മറുപടി കൊടുക്കുക. 4:1 പറഞ്ഞോളി. 4:1 വെറുതെ അതിലെന്ത് എന്റെ പറയുന്നു? സമയം കളയാനാണ് നിങ്ങൾ മെനക്കെടുന്നത്. എന്നാലും ആ, കുഴപ്പമില്ല. അല്ലല്ല, ഇത് നിങ്ങൾ കൃത്യമായിട്ട്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോളി, പറയാം. പറഞ്ഞോളി. അല്ല, ഒരു കാര്യം കൂടി പറയാം. ഉം. ഇങ്ങനെ കേരളത്തിൽ ആരെങ്കിലും അല്ല, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ പറയേ. കേട്ടിട്ടുണ്ടോ? ഏ കേരളത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആരെയും കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ സംസാരിക്കണ ഏതെങ്കിലും പണ്ഡിതൻ? സൗദിയിലെ ഷെയ്ഖ് പറയണത് ഇസ്ലാമല്ല. അവിടെ നിക്ക്, ഞാൻ അല്ലല്ല, ഞാൻ ചോദിക്കണേനാണ് ഈ ചോദിക്കട്ടെ. മറുപടി. സൗദിയിലെ അല്ല, ശരിക്കും നിങ്ങൾ നമുക്ക് ചർച്ച ചോദിക്കണേന് ചെയ്യാം. മാത്രല്ലല്ലോ. അപ്പൊ അതായത് സൗദിയിലെ ഷെയ്ഖ് മതം പഠിപ്പിച്ച് ചോദിക്കണേനല്ലേ മറുപടി പറയണ്ടേ? അതിനാ അല്ലെങ്കിൽ പറയണത്, എന്തൊക്കെയോ കേട്ടോളി. പറയാൻ അതിന് നമുക്ക് നിങ്ങൾ എനിക്കും കഴിയും. കേൾക്കേ എന്താ നിങ്ങൾ ഇങ്ങനെ? സൗദിയിലെ ഷെയ്ഖ് ഖുർആൻ ആയത്ത്, ഇതേ ആയത്ത് ഓതിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ മനുഷ്യരെ നിങ്ങളെ നാം ഒരേ ആത്മാവിൽ നിന്ന് ആയത്തല്ല ഓതണേ. സൃഷ്ടിക്കുക. ഞാൻ പറയട്ടെ ഷമീറെ. ആയത്തല്ല ഓതണെന്നാ ഞാൻ പറഞ്ഞേ. ആ മൂപ്പര് ഏതായത്ത ഓതി? മിന്നഫ്സിം വാഹിദത്തിൻ എന്ന് പറഞ്ഞതാണ്. മറ്റേത് പിന്നെ മിന്തക്കരി മൗൻസാണ്. ശരിയാണ്. ആ, അത് അത് രണ്ട് ഏതാണ്? ഓതിയാലും അത് മുസ്ലിം തന്റെ സഹോദരനാണ്. അതൊക്കെ മുസ്ലിങ്ങൾ നിങ്ങൾ തമ്മിൽ ഈ ഖുർആൻ സഹോദരങ്ങളാണ്. ആയത്തിട്ട് യാ അയ്യുഹല്ലദീന തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ എന്ന് പറയുന്ന ആയത്തില് ആ, നിങ്ങളൊന്ന് പറഞ്ഞേ, ആ സാഹോദര്യം ഒന്ന് വിശദീകരിച്ചെന്ന് കേൾക്കട്ടെ. അത് ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? മനുഷ്യരെ നിങ്ങൾ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് ആ, തന്നെ അതിന്റെ ഇണയെ ആ, സൃഷ്ടിക്കുകയും അവരിൽ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും ആ. വ്യാപിപ്പിക്കുകയും ചെയ്തവനായ അത്ര നിങ്ങളുടെ മതി. രക്ഷിതാവിനെ. ആ, അതിന് ആ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? എന്താ മനസ്സിലായി? പറയേ, എന്താ പഠിച്ചവന് മനസ്സിലായി? മര്യാദക്ക് ഒരു മനുഷ്യനെ ഈ വൃത്തികേടില്ലാതെ സൃഷ്ടിക്കാൻ പോലും പറ്റില്ല എന്ന് മനസ്സിലായി. അല്ല, ഇതില് ഒരാണിൽ ഒരു നിന്ന് ഒരു മനുഷ്യ പെണ്ണിൽ നിന്ന് സൃഷ്ടിക്കുക, എന്നിട്ട് അവരിൽ നിന്ന് ഇഷ്ടം സൃഷ്ടിയിൽ പോലെ നിന്നും, കുട്ടികളും മക്കളും ഉണ്ടായി. എന്തൊരു വൃത്തികേടായി ആദമിൽ ചെയ്ത്. നിന്നുമാണ് എല്ലാ മനുഷ്യരായിട്ടുള്ള അതന്നെയല്ലേ മറ്റേ സ്ഥലത്ത് ആളുകളും പറയണ, വന്നത് ഒരാണിൽ നിന്ന് അല്ലേ? ഒരു പെണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു മിന്തക്കരി മോൻസ. അതെ, ഒരു ആ ആണിൽ നിന്നോ ഒരു പെണ്ണിൽ നിന്നല്ലേ എല്ലാവരും ആ ഉണ്ടായത്. അതാണല്ലോ ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. അതിൽ അതുകൊണ്ട് മാറ്റമില്ലല്ലോ. തന്നെ അപ്പം സാഹോദര്യം അവിടെ. അപ്പൊ എല്ലാവരും ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ് എന്നാണ് അതുകൊണ്ട് എല്ലാവരും കാര്യമില്ലേ? കരുതുന്നത് അല്ലേ? സാഹോദര്യം ഇതേ വചനം ചോദിച്ചിട്ടാണ് ഉസ്താദിനോട് സംശയം ഇതേ ചോദിക്കുന്നത്. വചനം നിങ്ങൾ ചോദിച്ചിട്ടല്ല പറയേ, ഉസ്താദിനോട് നിങ്ങൾ ഇത് ചോദിക്കുന്നത്. എഴുതിയ ഒരു 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 ഈ ഖുർആൻ ആയത്തിന് എല്ലാ മനുഷ്യരും, ഈ വചനത്തിന്റെ അർത്ഥം
ഉം. വിശ്വാസം പരിഗണിക്കാതെ സകല മനുഷ്യരും ഏകോദര സഹോദരന്മാരാണ് എന്ന സങ്കല്പമാണ് ഈ ആയത്ത് മുന്നോട്ട് വെക്കുന്നതെന്ന് ആണ് വിശദീകരിച്ച ഒരു ആണ് ഇനി പണ്ഡിതന്റെ പേര് ഒരു ഇനി ഒരു രണ്ട് തഫ്സീർ പറയും. ഇനി രണ്ട് രണ്ട് അല്ലല്ല, ഇത് ഇത് രണ്ടായത്തും കൂടി ഇത് തരാം. ഇത് തീരുമാനാക്കാം ആദ്യം. ഇതിന്റെ തഫ്സീർ എടുത്തോളൂ. ഏത് തഫ്സീറാ എടുക്കേണ്ട പറയും. അമാനി എടുക്ക ഞാൻ അമാനി മൗലവി. അമാനി അമാനി മൗലവിന്റെ തഫ്സീറിൽ എന്താ ഉള്ളത്? നോക്കാം, നിങ്ങൾ വായിച്ചോളി. വായിക്കാം. ഉം. ആണല്ലേ എളുപ്പമായി. ഉം. ഇതിന്റെ മുമ്പ് അമാനിയില് കുടുങ്ങരുത് കേട്ടോ. ഏയ്, അമാനി എഴുതി കൊണെങ്കിൽ അമാനിക്ക് മറ്റൊരേക്കാളൊക്കെ വിവരം ഉണ്ടെന്നെങ്കിലും പറയാലോ. അല്ല, നിങ്ങൾ ഇതിന്റെ മുമ്പ് കുടുങ്ങിയനാ അമാനി വായിച്ച ആ ഓർമ്മയില്ലേ സാറില്ല, എന്ന വാക്യം കൊണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഓ മനുഷ്യരെ, ഉം. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുവിൻ എന്ന വാക്യം കൊണ്ട് ആരംഭിക്കുന്ന ഉം. 2 സൂറത്തുകളിൽ ഒന്നാമത്തേതാണ് ഇത്. ഉം. മറ്റേത് സൂറത്തുൽ ഹജ്ജുമാകുന്നു. ഉം. ഇവിടെ തുടർന്ന് വിശദീകരിക്കുന്നത് മനുഷ്യവർഗത്തിന്റെ ഉത്ഭവത്തെ കുറിച്ചാണ്. ഉം. അവിടെയാകട്ടെ അന്ത്യദിനത്തെ പറ്റിയാകുന്നു. ഉം. മനുഷ്യരുടെ ഉത്ഭവവും തുടക്കവും നോക്കിയാലും അവരുടെ ഒടുക്കവും മടക്കവും നോക്കിയാലും അള്ളാഹു അല്ലാതെ അവർക്ക് വേറെ രക്ഷിതാവില്ലെന്നും ഉം. അതുകൊണ്ട് അവനെ സൂക്ഷിക്കുക മനുഷ്യന്റെ പ്രകൃതയുള്ള കടമയാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഉം. സൃഷ്ടിക്കൽ എന്ന വാക്ക് ശൂന്യതയിൽ നിന്ന് ഇത് ഞാൻ അസ്തിത്വം ഇത് ഞാൻ നൽകുന്ന 2-3 തവണ വായിച്ചാണ്. ഇതിൽ ഞാൻ ഈ സാഹോദര്യം, എല്ലാ മനുഷ്യരും ഏകോദര സഹോദരന്മാരാണ് എന്നതാണ് ഈ വചനത്തിന്റെ അർത്ഥം മനുഷ്യ എന്ന് പറയുന്ന ഭാഗം. സമുദായത്തെ ഞാൻ പറഞ്ഞുതരാം. മുസ്ലിങ്ങൾക്കിടയിൽ ഒറ്റ മിനിറ്റ്, അതിന്റെ മുകളിലുള്ള മൂട് വായിക്കാം. ഇമാം റാസി പ്രസ്താവിച്ചതുപോലെ ഈ ആത്മാവ് കൊണ്ട് ഉദ്ദേശം മനുഷ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണുള്ളതിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്ന അഭിപ്രായമില്ല. അതായത് മനുഷ്യരുടെ എല്ലാവരുടെയും പിതാവ് ആദമാണെന്നുള്ളതിന് മുസ്ലിങ്ങൾക്ക് ഭിന്ന അഭിപ്രായമില്ല. മനുഷ്യ സമുദായത്തെ ആകമാനം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓ മനുഷ്യരെ എന്ന സംബോധനയോടെ ആണല്ലോ അള്ളാഹു ഈ വിഷയം ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യ സമുദായത്തെ മുഴുവൻ ഉദ്ദേശിച്ചത് കൊണ്ട് ഇതുപോലെ ആദമിന്റെ സന്തതികളെ എന്ന് ഖുറാനിലും മറ്റു പറയപ്പെടാറുള്ളതും അതുകൊണ്ടാണ്. മനുഷ്യനും ആദം വർഗത്തിൽപ്പെട്ടവനാണ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ. ഇതന്നെയല്ലേ പറഞ്ഞിരുന്നത് നമ്മള്. എവിടെ മനുഷ്യൻ ഇതിലെവിടെ സാഹോദര്യം, മാനവിക സാഹോദര്യം എവിടെ? എനിക്ക് കിട്ടിയില്ല, അത് പറയും. എന്റെ കുട്ടി, മനുഷ്യൻ എല്ലാവരും ഒരു മനുഷ്യനിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്താണ് ഒരു വെളിവാക്കേണ്ടത് അതില്? അപ്പൊ പിന്നെ ഇന്നമൽ മുസ്ലിമൂന ഇഖ്വാൻ എന്ന് പറഞ്ഞത് എന്താ? അത് പ്രത്യേകിച്ച് ആ മതപരമായിട്ടുള്ള എന്താണ് അതാണ് സാഹോദര്യം. ഇതിലെവിടെ സാഹോദര്യം? ഇത് മനുഷ്യന്റെ ഉൽപ്പത്തിനെ കുറിച്ച് പറയണല്ലേ. ഇനി ഒന്നും കൂടി സാഹോദര്യം കൃത്യമായിട്ട് പറയുന്ന ഒരായത്തും കൂടി തരാം, 2 ആയത്തും കൂടി തരാം. അല്ല, ഇതിലില്ലല്ലോ, ഈ ആയത്തിലില്ലല്ലോ. ഈ ആയത്തിൽ മനുഷ്യരെല്ലാവരും ഒരു ആത്മാവിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ മണ്ണ് കുഴച്ച കഥയാണ്. അതുകൊണ്ടൊന്നും സാഹോദര്യം മണ്ണ് കുഴക്കോ അല്ലാതെ എന്തൊന്നല്ല. ഇനി സൂറത്ത് അറാഫ് എടുത്തോ. അറാഫില് 65-ാമത്തെ വചനം എടുത്തോ. അതില് 7-ാം അധ്യായം 65 കേട്ടോ. ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെയും നാം അയച്ചു. ഒരു മിനിറ്റ്, ഏതാണ് അഹ്റാഫ് 7-ാം അധ്യായം 65. ഇവിടെ പറയാണ് ആദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരനായ ഊദിനെയും അദ്ദേഹം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുവിൻ. അവിടെ ഉള്ളത് അപ്പൊ മുസ്ലിങ്ങളാണ്, അവരുടെ സഹോദരനാണ് എന്നാണ് അവിടെ പറയണത്. അവരുടെ സഹോദരനിൽ നിന്ന്. അത് കഴിഞ്ഞ് അതിന്റെ വിശദീകരിച്ചിട്ട് പോ, ഇതൊന്നും പറഞ്ഞു തന്നിട്ട് പോ. ഇതിൽ എവിടെയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഏകോദര സഹോദരന്മാരാണ് എന്നതാണ് ഇസ്ലാമിന്റെ വിശ്വാസം? എവിടെ ഇതിൽ കിട്ടിയത് നിങ്ങൾക്ക്? ഇനി അടുത്തും കൂടി വായിച്ചരാം. ഇല്ല, ഇതിൽ പറയാം. ഇതിലുണ്ടോ? ഇതിലുണ്ട്. എവിടെ? ഇതിലിപ്പം ആ ഒരു സമൂഹത്തിന്റെ കാര്യല്ലേ പറയുന്നത്, അല്ലേ? അത് സമുദായത്തിന്റെ കാര്യം പറയുന്നത്. ഒരു സമുദായത്തിലേക്ക്, ഒരു സമൂഹം, ഒരു സമുദായം, ഒരു സമുദായത്തിൽ നിന്ന് ആ സമുദായത്തിൽ നിന്ന് അവരുടെ ഒരു സഹോദരനെ എടുത്തിട്ട് ദൈവം ദൂതനായിട്ട് നിയോഗിച്ചു എന്നാണ് പറയുന്നത്. അതെ, അവരുടെ സഹോദരൻ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതിന്റെ മുമ്പേ സഹോദരനാണ്. അത് അതിന്റെ മുമ്പേ സഹോദരനാണ്. ആ ജനങ്ങളെ മൊത്തത്തിലാണ് പറയുന്നത്. ഇതിലില്ല ഷമീർ, വേറെ ജനങ്ങളെ മൊത്തത്തിലല്ലേ പറയുന്നത്. വെറുതെ നമ്മൾ ഉരുട്ടിയിട്ട് കിട്ടൂലല്ലോ, ഇത്ര കഷ്ടപ്പാടില്ലല്ലോ. ഒറ്റ മിനിറ്റ്, ആ ആളുകളെ മൊത്തത്തില് അല്ലേ പറയുന്നേ? അവിടെ ഒരു കുടുംബത്തിൽ നിന്നാണോ പറയുന്നത്? സമുദായത്തില്, ഒരു സമുദായം എന്ന് പറഞ്ഞ ഒരു ഗോത്രം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അവിടെ പറയണത്.
ആദ്യ സമൂഹമൊക്കെ ഓരോരോ വിഭാഗം മനുഷ്യരാണ്. യമൂദ് അതെ അതെ. സമുദായത്തിലേക്ക് അവരുടെ അവരുടെ സഹോദരനായ സഹോദരനിൽ നിന്ന് സ്വാലിഹിനെ ഒരാളെ നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുഹമ്മദ് നബീനെ ഖുറൈശികൾ ഗോത്രത്തിൽ നിന്ന് നിയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയില്ലേ? അതേപോലെ അതേപോലെയാണ് അതുകൊണ്ട് അത് ഖുറൈശി അല്ലാതെ മുഹമ്മദ് നബി ഇസ്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പ് അവരൊക്കെ സഹോദരന്മാരെ പോലെ തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷെ മുഹമ്മദ് നബിയാണ് പറഞ്ഞത് ഇന്നമൽ മുസ്ലിമൂന ഇഖ്വാനുന്നാ. എന്താണ്? മുസ്ലിങ്ങൾ തമ്മിലാണ്, മുസ്ലിങ്ങൾ അതൊരു തമ്മിലാണ് സാഹോദര്യം സാഹോദര്യം എന്താണ്? ഉള്ളത്. ആ അതൊന്ന് പറയേ. സഹോദര്യം എന്താണ്? ആ സഹോദര്യം എന്താണ്? അത് വിശ്വാസപരമായ സഹോദര്യാണ്. വിശ്വാസപരമായ സാഹോദര്യവും ആ പിന്നെ ലീനേജ് വഴിയുള്ള സാഹോദര്യം മാത്രമേ ഉള്ളൂ ഇസ്ലാമില്. അങ്ങനെയല്ലല്ലോ. മുസ്ലിംസിനെ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു സാധനം കേൾപ്പിച്ചു തരാം, കേട്ടോ? ഞാൻ കേട്ടാണല്ലോ. ഷമീർ കേട്ടതെന്താ കാര്യം? അത് ആൾക്കാർ കേൾക്കട്ടെ. ഞാൻ കേട്ടതാണല്ലോ. അത് ആ പിന്നെ ആ വായത്തിന് ഏതെങ്കിലും ഒരു ഫത്വ എന്റെ കൃത്യമായിട്ട് ഇപ്പൊ ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് അത് എവിടെ നിന്നാണ് ചോദിക്കുന്നത് അവിടെയാണ് ആ ഫത്വ എടുക്കുക. അല്ലാതെ എല്ലാ സ്ഥലത്തും ആ ഫത്വ എടുക്കുവോ? എന്താ ചോദിക്കുന്നത് ക്രിസ്ത്യാനിയെയോ മുസ്ലിം അല്ലാത്ത അമുസ്ലിം ആയിട്ടുള്ള ഒരാളെ ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ ഓ ബ്രദർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പോ ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇതിന് നിങ്ങൾ ഈ പറഞ്ഞതിലൊന്നും ആ സാധനം ഇല്ലേ? ഏകോദര സാധനം ഇല്ലേ? എവിടെ? എല്ലാ ചങ്ങാതി അവിടെ കൃത്യമായിട്ട് ഒന്നാമത്തെ ഞാൻ പറഞ്ഞെന്താ, എന്താണ്? ഈ ആദമിന്റെ മക്കളാണ് എല്ലാവരും. അതുകൊണ്ട് അതിൽ തന്നെ മൊത്തത്തിൽ വന്നേ എങ്ങനെ നിങ്ങള് ഒരാളെ മക്കളാണെന്ന് പറഞ്ഞാൽ അവര് സഹോദരങ്ങളല്ലേ? അപ്പൊ പിന്നെ ആദമിന്റെ മക്കളൊക്കെ സഹോദരന്മാരാണെന്ന് നിങ്ങൾ കാണിച്ചു തന്നാ മതി, പ്രശ്നം തീർന്നില്ലേ? സാഹോദര്യം പറയുന്നിടത്ത് മുസ്ലിമൂന് ഇഖ്വാൻ എന്നാ പറയണേ. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരാള് പാരമ്പര്യമായിട്ട് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി, അയാള് പെട്ടെന്ന് ഇസ്ലാമിലേക്ക് പഠിച്ച് അതിലേക്ക് വന്നു, സഹോദരൻ എന്ന് പറയും. അപ്പൊ എന്താ അതിലുള്ള വ്യത്യാസം? എന്താ അതിലുള്ള വ്യത്യാസം? എന്താ ലീനേജ് ആണ്. അപ്പൊ പറയാം അതെങ്ങനെയാ ബ്ലഡ് റിലേഷൻ ആവുക? അതല്ലേ നിങ്ങൾക്ക് ഉസ്താദ് നേരെ വൃത്തിക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്ത് ഉസ്താദ്മാര് പറഞ്ഞൊന്നും കേൾക്കാത്ത, ആലിമീങ്ങൾ പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ യമൂനോട് തർക്കിക്കാൻ വരിക? അത് ശരി, അതെങ്ങനെയാണ് ബ്ലഡ് റിലേഷൻ ആവാന്ന്? അത് പറയ്. സൂറത്ത് ഹുജറാത്തില് 10-ാമത്തെ വചനം എടുത്തേ. 10 അല്ല 13 അല്ലേ? 10 എടുക്കി നിങ്ങള്. 10 എടുക്കണ്ടി. ഇന്നമൽ മുസ്ലിമീന ഇഖ്വ. അത് ശരിയാണ്. ഓക്കെ, ഈന്റെ നമുക്ക് തഫ്സീർ നോക്കാം. സത്യവിശ്വാസികൾ സഹോദരങ്ങൾ തന്നെയാകുന്നു, അതിനാൽ നിങ്ങളുടെ 2 സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ വെഞ്ചിപ്പുണ്ടാക്കുക. അത് ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയത്താണല്ലോ. ശരി, അത് ഏത് സാഹചര്യം? നമുക്ക് ആ തഫ്സീർ എടുക്കാം. 49 അമാനീന്റെ തഫ്സീർ തന്നെ എടുക്കാം. 10-ാമത്തെ ആയത്ത്. 9:10. 2 വിശ്വാസികൾക്കിടയിൽ വഴക്കും ശണ്ടയും കൂടുമ്പോൾ നേതാക്കൾ വിശേഷിച്ചും അവർക്കിടയിൽ സന്ധി ഉണ്ടാക്കൽ അവരുടെ കടമയാണ്. നല്ല വാക്ക് പറഞ്ഞും സതുപദേശം നൽകിയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഓർമ്മിപ്പിച്ചും ഇത് നിർവഹിക്കാം. എത്ര പരിശ്രമിച്ചിട്ടും ഒരു വിഭാഗക്കാർ നീതിയും നിയതിക്കും വഴങ്ങാതെ അക്രമം തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇരുവിഭാഗവും തമ്മിൽ നന്നായി പിരിഞ്ഞ ശേഷം ഒരു വിഭാഗം വീണ്ടും അക്രമത്തിന് മുതിരുന്ന പക്ഷം നീതി നിയമങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകുന്നത് വരെ അക്രമ വിഭാഗത്തിനെതിരിൽ മറ്റുള്ളവർ പൊരുതുകയും ചെയ്യണം. അങ്ങനെ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്തിന് സഹായം നൽകണം. 2 കക്ഷികളും അവരുടെ ബജായം നോക്കിക്കൊള്ളട്ടെ എന്ന് വെച്ച് മൗനം അവലംബിക്കുവാൻ സമൂഹത്തിന് പാടില്ല. ഇങ്ങനെ ചെയ്താൽ അക്രമത്തിന്റെ കക്ഷി സത്യത്തിന് വഴങ്ങുവാൻ നിർബന്ധമാകും. അപ്പോഴും ഇരുകൂട്ടർക്കും ഇടയിൽ നീതിയും അടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കി നന്നാക്കി പിരിച്ചുവിടണം. ഇത് മുസ്ലിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, സാഹോദര്യം മുൻനിർത്തിയിട്ട് പരിഹരിക്കണം എന്നാണ് ഈ പറയണത്. അതെ, നിങ്ങൾ വേറെ ഈ എല്ലാ മനുഷ്യരും ഇപ്പൊ ഇതിൽ മുസ്ലിങ്ങൾ സഹോദരന്മാരാണെന്നുണ്ടോ പറയണേ? നിങ്ങൾ എല്ലാ മനുഷ്യരും സഹോദരന്മാരാണെന്ന് പറയുന്ന ഒരു ഇതേമാതിരി വിശദീകരിച്ച് തന്നാ മതി, കുഴപ്പമില്ല. 13 ഓ മനുഷ്യരെ, നിശ്ചയമായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, അതിന്റെ തഫ്സീർ നോക്കാം. അത് അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ലേ, പണി അറിയാത്തോണ്ടല്ലേ? എന്താ
ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചതിന്റെ സ്വന്തം മക്കൾ അങ്ങോട്ടോട് കല്യാണം കഴിപ്പിച്ച് അയ്യയ്യേ വൃത്തികേട്. അത് ശരി. അതൊക്കെ എന്താ ഇപ്പൊ നിങ്ങളോട് പറയണ്ടേ? എന്താ അതോടുകൂടി സഹോദരി അവിടെ മുറിഞ്ഞില്ല ചങ്ങാതിയെ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ആബീലും കാബീലും അതൊന്നും അല്ലല്ലോ അല്ല ഇപ്പത്തെ ഞാൻ വിഷയം. പറഞ്ഞുതരാം സഹോദരി അവിടെ തന്നെ മുറിഞ്ഞിക്കണേ. അങ്ങനെ എല്ലാരും സഹോദരന്മാരാവൂല, എല്ലാ മനുഷ്യരും സഹോദരന്മാരാവൂല. എന്തുകൊണ്ടാ അറിയോ? അള്ളാഹുവിന്റെ സങ്കല്പം അനുസരിച്ചിട്ട് ആദ്യം ജനിച്ച ഇരട്ട കുട്ടികളിൽ മാത്രമാണ് സഹോദരിയുള്ളൂ, അല്ലെ? ഇതൊക്കെ നിങ്ങളോട് ആരെ പറഞ്ഞു? അങ്ങനെയല്ല. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആങ്ങളെയും പെങ്ങളെയും കല്യാണം കഴിപ്പിച്ചോ? എനിക്കറിയില്ല. പിന്നെ എങ്ങനെ ആദമിന് പേരക്കുട്ടി ഉണ്ടായി? എന്നാ ആദം നബിക്ക് എങ്ങനെ പേരക്കുട്ടി ഉണ്ടായി? നിങ്ങൾ പറഞ്ഞരി. നമുക്ക് ആകെ രണ്ട് പോസിബിലിറ്റി അല്ലേ ഉള്ളൂ അവിടെ. ഒരാണും ഒരു പെണ്ണിൽ നിന്നും ആണെന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഓൾക്ക് പേരക്കുട്ടി എങ്ങനെ ഉണ്ടാവുക? അത് എനിക്കറിയില്ല. ഓൾക്ക് പേരക്കുട്ടി ഉണ്ടാവണേ ഓലെ മക്കള് തമ്മിൽ കല്യാണം കഴിക്കണ്ടേ? എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയോന്ന്? എന്തൊരു കഷ്ടം. അങ്ങനെയല്ലേ നിങ്ങൾ പറയും. എന്നാ പിന്നെ വേറൊരു പോസിബിലിറ്റി പറയും. അവിടെ ഞാൻ സഹോദരി മുറിഞ്ഞു പോയത് ഞാൻ കാണിച്ചു നിങ്ങൾക്ക്. ആദമിന്റെ സന്തതികളാണ്. ഒരു മിനിറ്റ്. എല്ലാ മനുഷ്യരും ആദമിന്റെ സന്തതിയാണെന്ന് പറയുമ്പോ അവിടെ സാഹോദര്യം വരൂല. അത് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എങ്ങനെയാണ് ആദം നബിയുടെ ആദ്യത്തെ പേരക്കുട്ടി ഉണ്ടായിരുന്നത് പറഞ്ഞാൽ മതി. അതന്നെ നിങ്ങൾക്കറിയോ? ഇല്ല, നിങ്ങൾ പറഞ്ഞേരി. എനിക്കറിയില്ല. ഞാനത് കുറെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല അതിന്റെ മറുപടി. നിങ്ങളെ ലോജിക്ക് വെച്ച് പറയും. ലോജിക്ക് വെച്ചിട്ടൊക്കെ ഇപ്പൊ സംസാരിക്കാൻ പറ്റും. ഒരു മെക്കാനിസം ഉണ്ടല്ലോ അള്ളാഹ് പറഞ്ഞു ചെയ്തു കൊടുത്തത്. അതിലെങ്ങനെയാണ് ആദം നബിക്ക് പേരക്കുട്ടി ഉണ്ടായത്? ആദം നബിക്ക് പേരക്കുട്ടി ഉണ്ടാവുന്നത് അതിൽ തന്നെ സഹോദരി അവിടെ മുറിഞ്ഞ് രണ്ട് വിഭാഗമായിട്ട് അവിടെ പിരിഞ്ഞു. അപ്പൊ തന്നെ സമൂഹം മനുഷ്യർ രണ്ടായി തിരിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇവിടെ വിവാഹം കഴിച്ചിട്ടില്ലേ? ഇന്ത്യയിലെ എല്ലാ സഹോദരന്മാരും അങ്ങനെ വിളിക്കാൻ പറ്റൂല. അങ്ങനെ വിളിക്കാൻ പറ്റൂല എന്റെ ഷമീറോ. വിളിക്കാൻ പറ്റൂല. ഞാനതാ ചോദിക്കണേ. കേരളത്തിൽ നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കേരളത്തിൽ നിങ്ങൾ ഈ കാര്യം കേരളത്തിൽ പറഞ്ഞ അങ്ങനെ വെറുതെ വിടും മനുഷ്യന്മാര്. ഓക്കെ, അങ്ങനെ ഒരാളും പറയാത്ത സ്ഥിതിക്ക് നിങ്ങൾ എങ്ങനെ കേരളത്തിൽ പറയുന്നത്? സൗദി അറേബ്യ പറയുന്നുണ്ട്. ഖുറാനിൽ അങ്ങനെ ഇന്നമൽ മുസ്ലിമോൻ ഇഖ്വാനുണ്ട്. അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള മുസ്ലിങ്ങൾ തമ്മിലാണ് സാഹോദര്യം. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. സാഹോദര്യത്തെ കുറിച്ച് ഖുറാനിൽ പറയുന്നത് ഉമ്മത്താണ് എന്ന് പറയുന്നുണ്ട് ഒരു ഭാഗത്ത്, ഒരു സമുദായമാണെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ സഹോദരന്മാരാണെന്ന് പറയുന്നുണ്ട്. മതമാണ് സാഹോദര്യത്തിന് അടിസ്ഥാനം. ഇവിടെ മനുഷ്യരെ മൊത്തത്തിൽ മനുഷ്യരിൽ മൊത്തത്തിലുള്ള സാഹോദര്യം ഇല്ല ഷമീർ. എന്റെ ലൈവ് വൈകിപ്പിക്കല്ലേ. എന്റെ ഖുർആൻ വചനം ഇപ്പൊ പറഞ്ഞ ഖുർആൻ വചനങ്ങൾ അങ്ങനെ സാധനം ഇല്ല. 9:10 ഇപ്പൊ 7:45 എനിക്കത് വീഡിയോ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് മീൻസ് കട്ട് ചെയ്ത് അതിന് തമ്പനയിൽ ഉണ്ടാക്കി കുറെ പണിയുണ്ട് ഷമീറ. ഞാൻ ഉണ്ടാക്കി തരണല്ലോ. നിങ്ങൾക്കും ആരിഫിനും ഒരേ ആളാണ് തമ്പനയിൽ ഉണ്ടാക്കുന്നത്. തമ്പനയിൽ ഉണ്ടാക്കണേ നമ്മൾ പറയണ്ടേ, അല്ലാതെ പോൽക്ക് വഹിയൊന്നും പറഞ്ഞു കൊടുക്കാൻ നമ്മള് ജിബിരിയിലൊന്നും ഇല്ലല്ലോ സ്റ്റോക്കിൽ. ഇതൊന്ന് ഫുള്ളാക്കി തരാം ഞാൻ. അപ്പൊ നിങ്ങളത്തില്ല. നിങ്ങൾ ഏതൊരു ആയത്തുണ്ടെങ്കിൽ എടുത്തിട്ട് വരിക, നമുക്ക് സംസാരിക്കാം. ആയത്ത് ഇത്രയും ആയത്ത് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ആയത്തിലൊന്നും അങ്ങനെ മാനവിക സാഹോദര്യം എന്നൊരു സാധനം ഇല്ല. സൂറത്ത് നിസായില് 1-ാമത്തെ വചനം. അതിലിപ്പോ നിങ്ങൾ കിട്ടിയില്ലല്ലോ. ഉണ്ട്. അത് മനുഷ്യരെല്ലാവരും ഒരു മനുഷ്യനിൽ നിന്നാണ് ഉണ്ടായതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാഹോദര്യം അവിടെ തന്നെ മുറിഞ്ഞിട്ടുണ്ടെന്നേ. ആദം നബിയുടെ പേരക്കുട്ടി ഉണ്ടായപ്പോ തന്നെ അവിടെ സാഹോദര്യം, എല്ലാ മനുഷ്യരും തമ്മിലുള്ള സാഹോദര്യം അവിടെ തന്നെ മുറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങൾ പറഞ്ഞത് എങ്ങനെ പേരക്കുട്ടി ഉണ്ടായെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. സാഹോദര്യം എങ്ങനെ മുറിഞ്ഞതെന്ന് അതന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയാ ആദം നബിയുടെ പേരക്കുട്ടി എങ്ങനെ ഉണ്ടായിന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞുതരാം സാഹോദര്യം എങ്ങനെ മുറിഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കൃത്യാവും. ഇവിടെ നമ്മള് 13 നമ്മളെ ആയത്ത് അൽ ഹുജറാത്ത്. ഓ മനുഷ്യരെ, നിശ്ചയമായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം പരിചയപ്പെടുവാൻ വേണ്ടി നാം നിങ്ങളെ പല ശാഖകളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു. നിശ്ചയമായും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മത, അതായത് ഭയഭക്തിയുള്ളവനാകുന്നു. നിശ്ചയമായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. ഇതാണ് ആയത്ത്. ഈ പറയാണ് ഒരായത്തൊന്നല്ല, ഞാൻ കുറെ ആയത്തുണ്ട്. അതൊക്കെ ഇതിന്റെ വിശദീകരണം പറയാണ്. ഏതിലാണ്? 7:65 അല്ല, 49:13 ഗുജറാത്ത് 49:13 വിശദീകരണം മാനിമൗലവി പറയാണ്. പറയട്ടെ. കഴിഞ്ഞ ആയത്തുകളിൽ 11-ന്റെ ആണോ 13-ന്റെ ആണോ? 13. 13.
ഇനിയിപ്പോ അമാനി തഫ്സീർ അമാനി അദ്ദേഹം പറയാണ്, കഴിഞ്ഞ ആയത്തുകളിൽ സത്യവിശ്വാസികളെ അഭിമുഖീകരിച്ചു കൊണ്ടായിരുന്നു, ഈ ആയത്താകട്ടെ മനുഷ്യലോകത്തെ ആകമാനം അഭിമുഖീകരിച്ചു കൊണ്ടുള്ളതാണ്. ലോകരാഷ്ട്രങ്ങൾ അല്പം ദശവർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പ്രഖ്യാപനം ചെയ്യാൻ ധൈര്യപ്പെട്ടതും പ്രഖ്യാപിക്കുന്നത് പോലും. ശരി, പ്രായോഗിക രംഗത്ത് എല്ലാ മനുഷ്യരെയും കുറിച്ച് ഖുർആനിൽ പറഞ്ഞ വചനാണത്. അതൊന്നു വായിച്ചേ കേക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ എന്താണ് യസ്ഖർ ഖൗമൻ, അതല്ലേ? മിൻ ഖൗമിൻ അല്ലേ? 11 യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖ്നാകും മിൻ ദക്റിൻ ഉൻസ. ഹുജറാത്ത് ഏതിലാണ്? സൂറത്തു ഹുജറാത്ത്. ഗുജറാത്തിലെ എത്രാമത്തെ വചനം? 11. 49 നിങ്ങൾ 11 വായിച്ചു നോക്കി, ഞാൻ പറഞ്ഞുതരാം. 11 ഞാൻ മനുഷ്യന്മാരെ അള്ളാഹു ഏകോദര സഹോദരന്മാരായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. അല്ല, ഇതിന്റെ തഫ്സീറിന്റെ വിശദീകരണം 45ലേക്ക് പോണിന്റെ മുമ്പ് നിങ്ങളെ 11 വായിച്ചു നോക്കിട്ട് പോയി. ഓക്കെ, 11 വായിക്കാം. നീ ഇത് വായിച്ച് ഫുള്ളാക്കിട്ട് പോയാൽ മതി. അല്ല, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമിൻ മിൻ ഖൗമിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. വിശ്വസിച്ചവരെ ഒരു ജനത വേറെ ഒരു ജനതയെ പറ്റി പരിഹസിക്കരുത് എന്നാണ്. അപ്പൊ 2 ജനത അവിടെ ഉണ്ട്. അത് ആയിക്കോട്ടെ. ഇനി 40. നിങ്ങൾ വെറുതെ എന്റെ സമയം കളയാട്ടോ ഷമീറെ. എന്തല്ല, നിങ്ങളാണ് സമയം ഇപ്പൊ കളയുന്നത്. ഞാനിപ്പോഴും പറയുന്നത് 49:13 അത് വായിക്കേ. അതിന്റെ വിശദീകരണമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കണേ. എന്ത് അന്നത്തെ മാതിരി വീണ്ടും 49:13? ആ ചങ്ങാതി 49:11 കഴിഞ്ഞിട്ടല്ലേ 13. ഇനി 13 വായിക്കാം. അതിനെന്താ ഇപ്പൊ? യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വ ഖബാഇല ലിതഅറഫു. വിശദീകരണത്തിലേക്ക് പോവാം. എന്റെ കുട്ടി, ഞാൻ അതിന്റെ അർത്ഥം വായിച്ചില്ലേ ഒരു പ്രാവശ്യം? വായിക്കേ, ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ലത്, അൽഹംദുലില്ലാഹ്. ഓ മനുഷ്യരെ, നിശ്ചയമായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിഞ്ഞു പരിചയപ്പെടുവാൻ വേണ്ടി നിങ്ങളെ നാം പല ശാഖകളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞില്ലേ? നിശ്ചയമായും ശാഖകള് ഗോത്രങ്ങളൊക്കെ ആക്കി അള്ളാഹ് തന്നെ മാർപ്പിച്ചു. ആയിക്കോട്ടെ, നിങ്ങൾ എത്തിസ്റ്റ് അല്ലേ? അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകൻ. ഓക്കെ, എനിക്ക് മനസ്സിലാവണ് നിങ്ങൾ സ്വതന്ത്ര ചിന്തകനാണ്. ഓക്കെ, അതിനെന്താ പ്രശ്നം? അതിലെന്താണ് ബന്ധം? ഇതിലെവിടെ സാഹോദര്യം? ഇന്റെ കുടുംബ പേര് കണ്ണോത്ത്. ഇതിലെവിടെ സാഹോദര്യം? അതൊക്കെ ഞാൻ പറയട്ടെ. ഇന്റെ കുടുംബ പേര് കണ്ണോത്ത് എന്നാണ്. എന്റെ ഭാര്യയുടെ കുടുംബ പേര്. എല്ലാ മനുഷ്യരും ഏകോദര സഹോദരന്മാരാകുന്നു. അതുകൊണ്ട് എന്താണ് പരസ്പര സഹോദരന്മാരെ പോലെ പരിഗണിക്കണം എന്ന് ഇനി ഇതിന്റെ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞാൽ കൃത്യമായി ഫുള്ളാക്കണ വരെ ഉണ്ടാക്കണേ. എന്തെങ്കിലും ഇടപെടാണ്ട് വെറുതെ സമയം കളയാനിന്റെ. ഇത് ഫുള്ളാക്കട്ടെ. ഇതിൽ ഏത് വരിയ? എന്റെ മുമ്പിൽ തഫ്സീർ ഉണ്ട്. നിങ്ങൾ ചങ്ങാതി, ആ തഫ്സീർ ഞാൻ കഴിഞ്ഞ ആയത്തുകൾ വിശ്വാസികൾ അഭിമുഖീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഈ ആയത്താകട്ടെ മനുഷ്യ ലോകത്തെ ആകമാനം അഭിമുഖീകരിച്ചുകൊണ്ടുള്ളതാണ്. ലോകരാഷ്ട്രങ്ങൾ അല്പം ദശവർഷങ്ങൾക്ക് മുമ്പ് മാത്രം പ്രഖ്യാപനം ചെയ്യാൻ ധൈര്യപ്പെട്ടതും പ്രഖ്യാപിച്ചവർക്ക് പോലും ഷിർക്ക് പ്രായോഗിക രംഗത്ത് വരുത്താൻ ഇതുവരെ സാധിച്ചില്ലാത്ത ഒരു തത്വം ഈ വിശുദ്ധ വചനം മുഖേന ഖുർആൻ 1400 മുമ്പ് ഷിർക്കല്ല, അമാനീന്റെ ആയതുകൊണ്ട് ഇടക്കിടക്ക് ഷിർക്ക് കയറിയത്. ജനമധ്യ തുറന്ന ഭാഷ പ്രഖ്യാപനം, മനുഷ്യരെ നിങ്ങളെല്ലാം ഒരു മാതാപിതാക്കളുടെ മക്കളാണ്, ആദമിന്റെയും ഹവ്വയുടെയും സന്തതികളാണ്. നിങ്ങൾക്കിടയിൽ ആഭിജാത്യത്തിന്റെ പേരിലോ തൊലിവർണ്ണത്തിന്റെ പേരിലോ മറ്റോ ഉച്ചനീചത്വമില്ല. എല്ലാ അള്ളാഹുവിന്റെ സൃഷ്ടികളും ഒരു കുടുംബത്തിലെ പൗരന്മാരുമാണ്. അതായത് അള്ളാഹു നിങ്ങളെല്ലാ ശാഖകളും ഗോത്രങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉത്കൃഷ്ടതയുടെ നികൃഷ്ടതയുടെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ മതത്തിന്റെ കാര്യം പറയണില്ലേ? അതാ പ്രശ്നേ. മതത്തിന്റെ എന്തിനാ പറയണേ? മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ട് എന്നാണ് ഈ പറയുന്ന അർത്ഥേ. എന്താ ചെയ്യാ? നിങ്ങൾക്കിടയിൽ ആഭിജാത്യത്തിന്റെ പേരിലോ, ഞാൻ പറഞ്ഞുതരാം, കുടുംബ മഹിയുടെ പേരിലോ തൊലിയുടെ നിറത്തിന്റെ പേരിലോ ഉച്ചനീചത്വങ്ങൾ ഇല്ല. പക്ഷെ ദൈവവിശ്വാസത്തിന്റെ പേരിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ട്. അതിപ്പോ നിങ്ങളും ഞാനും തമ്മിലില്ലേ? അതാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന സഹോദരനായിട്ട് പറയാൻ പറ്റൂലല്ലോ. നിങ്ങൾ എന്തിനാണ് എന്തുകൊണ്ടാണ് ആരിഫിന്റെ നിലപാടിനെ ശരിയല്ല എന്ന് പറഞ്ഞത്? എങ്ങനെ? ആരിഫിന്റെ നിലപാട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശരിയല്ലാന്ന് തോന്നി? അത് വേറെ വിഷയല്ലേ. നിങ്ങൾ ഇതിലേക്ക് സാഹോദര്യത്തിലേക്ക് വരി. അത് പറയും. നിങ്ങൾ അയാളായിട്ട് ഞാൻ അവയിൽ പെട്ടവരല്ല എന്ന് പറഞ്ഞ എന്തിനാ? അയാൾ ഒരു മനുഷ്യനല്ലേ? മതത്തിൽ എവിടെ സാഹോദര്യം? ഇത് പറയും. അപ്പൊ കൃത്യമാവും ഉത്തരം.
അത് അഭിപ്രായ വ്യത്യാസങ്ങൾ പല ആൾക്കാരോടും ഉണ്ട്. അഭിപ്രായ വ്യത്യാസം. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? മതം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ജീവിത പദ്ധതി, മാർഗം, ആദർശം, നിങ്ങൾക്കിടയിൽ സാഹോദര്യം സൃഷ്ടിക്കുന്ന ഒരു സങ്കല്പം. അതെ, ഞാൻ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ കാര്യങ്ങളാണോ നിങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നത്? അതുകൊണ്ട് അല്ലല്ലോ, അതായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. വ്യത്യാസമാണത്. മതപരമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങളും ആരിഫും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അതേ ഒരു വ്യത്യാസങ്ങളെ നമ്മളും നിങ്ങളും വ്യത്യാസങ്ങൾ. അതന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത് എന്തിനാണ് ലിയാഖത്തെ? ഞാൻ ചോദിക്കുന്നത് സാഹോദര്യം എന്ന വാക്ക്, സഹോദരൻ, സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് ഞാൻ പറയാം. സാഹോദര്യവും സഹോദരൻ എന്ന വാക്ക് ഖുർആനിലും ഹദീസും ഉപയോഗിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾക്കിടയിലുള്ള സാഹോദര്യത്തെ പറയാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടും മനസ്സിലായില്ല. ഇല്ല, ഞാൻ വേറെ ഖുർആൻ വചനം പറഞ്ഞു. നിങ്ങൾ തന്നെ വായിച്ചു? ഇല്ല, ഞാൻ വായിച്ചില്ല. നിങ്ങൾ പറഞ്ഞ സാഹോദര്യം വായിച്ചു? ഇല്ല. എവിടെ വായിച്ച്? എന്താ ഒരു മനുഷ്യര് തമ്മിൽ ഒരു ഇതും ഇല്ലാന്നാ പറഞ്ഞതില്? ഇല്ല, അത് മാറ്റം പോലും അതില്ല. ആദർശമാണ്. അത് തന്നെ അബദ്ധമാണ്. പക്ഷെ അതിൽ പോലും അതില്ല. അപ്പൊ അതായി എന്റെ ഷമീറെ, അത് അബദ്ധമാണ്. അതിനകത്തും അതില്ല. അതൊക്കെ പോട്ടെ, നമുക്ക് ഞാനൊരു കാര്യം ഷമീർ പറഞ്ഞത് കൂടി മാത്രം പോയാൽ പറ്റില്ല. ഇനി ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ചോദിച്ചാൽ കാര്യമില്ലല്ലോ. എന്നെയും കൂടി പറയാൻ സമ്മതിക്ക്, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ നമുക്ക്. എന്നാ ഞാൻ ഇനി പറയണത് സഹീഹ് ബുഖാരിയിലെ 69-51 എടുക്ക്. എനിക്കറിയാം, വായിച്ചോ. നിങ്ങൾ എടുക്കേ, എനിക്കറിയാം, വായിച്ചോ. നിങ്ങൾ പറയേ. എ മുസ്ലിം ഈസ് എ ബ്രദർ ഓഫ് അനദർ മുസ്ലിം. അതെ, ആണ് ആ ആയത്തിന്റെ വിശദീകരണം. ഈ സാഹോദരി എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെ ഒക്കെ ഇസ്ലാമിലാണ്. എല്ലാം തന്നെ ഇപ്പൊ ബ്രദർഹുഡ് എന്ന് പറയുന്നത് മതത്തിലാണ്. ബ്രദർഹുഡ് എന്ന് പറഞ്ഞു അത് മതപരമായിട്ടുള്ളതാണ്. ബുഖാരിയിൽ 60-65 എടുത്തോ. അതും ഈ സാഹോദര്യത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ്. അത് മുസ്ലിം സമൂഹമാണ്. ഇനി മുസ്ലിങ്ങൾ ഒറ്റ സമുദായമാണ്. മുസ്ലിങ്ങൾ ഒറ്റ സമുദായമാണ്. മാനുഷികമായ സാഹോദര്യ ബന്ധമുണ്ട്. മാനുഷികമായ സാഹോദര്യ അത് നിങ്ങൾ പറഞ്ഞേരി, എവിടെയെന്നു പറഞ്ഞേരി. അത് ശരി, അതന്നെ. ഇനിയിപ്പോ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. നിങ്ങൾ ഏകോദര സഹോദരന്മാരാണ് എന്ന് പറയുന്ന ഒരു വാക്കിന് കാണിച്ചെന്ന പ്രശ്നം തീർന്നു. അതെ, ഏകോദര സഹോദരന്മാരാണ് പറയണം. പക്ഷെ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണെന്ന് തന്നെയാണ്. അത് ശരിയാണ്. പക്ഷെ സാഹോദര്യല്ല. അതിന്റെ അപ്പുറത്തേക്ക് അതിൽ സാഹോദര്യം ഇല്ല സുഹൃത്തെ. അതില്ലാന്ന് ഞാൻ തെളിവ് പറയാനാണ് നിങ്ങളോട് പറഞ്ഞത്. നബിയുടെ പേരക്കുട്ടിയുടെ പേര് പറയും. ആ പേരക്കുട്ടി എങ്ങനെ ഉണ്ടായെന്ന് പറയും. ഏകോദര ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ അവരെല്ലാവരും സഹോദരന്മാരാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി. അതെങ്ങനെ ആയത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇല്ല, എനിക്കും അറിയില്ല. എനിക്കറിയാം, പക്ഷെ പറയില്ല. എനിക്കറിയാം, ഞാൻ പറയില്ല. നിങ്ങൾ പറയണ്ട, എനിക്കും അറിയില്ല. നബിയുടെ പേരക്കുട്ടി, ഒന്നാമത്തെ പേരക്കുട്ടി എങ്ങനെയാണോ ജനിച്ചത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചത് പ്രകാരമുള്ള സാഹോദര്യം കഴിഞ്ഞു. അവിടെ കഥ കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ എന്താ പറയാത്ത? എനിക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഷമീർ എന്റെ വീഡിയോ ഒക്കെ കേൾക്കുന്ന ആളല്ലേ. നിങ്ങൾ തെളിവോടൊക്കെ പറയും. ഒരു തെളിവിന്റെയും ആവശ്യമില്ല. ഷമീറെ, നോക്ക് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ബുദ്ധി അങ്ങനെ പരിഹസിക്കരുത്. അല്ലാഹു, ഒരു മിനിറ്റ്, ഒരു ആയത്തും കൂടി പറയാം. സൂറത്ത് ലുക്മാനില്. ഇനി ഞാൻ ആയത്ത് പറയുകയാണെങ്കിൽ ആയത്ത് പറഞ്ഞോ. വെറുതെ ആയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ കുറെ ആയത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പറയാൻ സമ്മതിക്കില്ലല്ലോ. ഇതിലേക്കുള്ള തെളിവാണ് വരുന്നത്. പറഞ്ഞോ. വിഷയമായിട്ട് ബന്ധമില്ലാത്ത. അത് കഴിഞ്ഞിട്ട് ഇന്റെ 2-3 ആയത്ത് കൂടി കേൾക്കണേ. കേൾക്കുമല്ലോ. നിങ്ങൾ എത്ര ആയത്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ ഒരു ആള് അവിശ്വാസിയായിട്ടുള്ള ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ എന്താണ്? സഹോദരനായി. ഓക്കെ, അവരുടെ മാതാപിതാക്കളോ? ചങ്ങായിക്ക് മാതാപിതാക്കളാണ്. മനസ്സിലായില്ല. ഉദാഹരണത്തിന് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു സഹോദരൻ ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ അയാളുടെ ഉമ്മയൊക്കെ മാതാപിതാക്കള് സഹോദരന്മാരാണ്. അതിൽ സംശയമൊന്നുമില്ല. ഇല്ലല്ലോ. അപ്പൊ പിന്നെന്താ? അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും സഹോദരന്മാരാവോ? ശരി, അതല്ലേ ഇത്രയും പേരും പറഞ്ഞ ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ് എല്ലാവരും കൃത്യമായിട്ട് ഖുർആനിൽ പറയുന്നു. ഇല്ല, അതിന്റെ വിശദീകരണമായിട്ട് അതിന്റെ വിശദീകരണം പറയുന്നിടത്ത് എന്തിനാ ഷമീർ എങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ പൂർത്തിയാക്കിയിട്ട്
ഷമീർ അത് പൂർത്തീകരിക്കാൻ പോകുന്നില്ല. ഒരാണിൽ നിന്നും ഞാൻ അത് സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. എനിക്കിത് തീർക്കണം, 8 മണിയുടെ മുമ്പിൽ തീർക്കണം, 3 മിനിറ്റിൽ തീർക്കണം. അതായത് കേട്ടോ ഷമീർ കേട്ടോ, ഞാൻ ഷമീർ കേട്ടോ, ഒരു ഒറ്റ പോയിന്റ് ഉള്ളൂ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനില്. അങ്ങനെയാണ് നിങ്ങൾ മനുഷ്യന്മാരെ സൃഷ്ടിച്ചതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് പേരക്കുട്ടി ഉണ്ടായത് എങ്ങനെയെന്ന് ഷമീറിന് അറിയില്ല എന്ന് പറയണു. ഇത് ആൾക്കാരെ പറ്റിക്കലല്ലേ? അതായത് ആകെ ലോകത്ത് ഒരാണും ഒരു പെണ്ണുള്ളൂ. ഞാൻ പറയട്ടെ ഷമീറെ, ആകെ ഒരു ആണും ഒരു പെണ്ണുള്ളൂ. ഒന്ന് പറയാൻ സമ്മതിക്ക് ഷമീറെ. ആകെ ലോകത്ത് ഒരു ആണും ഒരു പെണ്ണുള്ളൂ. പിന്നെ കുട്ടികൾ ഉണ്ടാവുന്നത് പിന്നെ ഭൗതികമായ ജീവിതത്തിലേക്ക് അവർ വരികയും ചെയ്തു, ഭൂമിയിലാണ്. അപ്പൊ ഒരാണും ഒരു പെണ്ണും മാത്രമാണ് ഉള്ളത്. അവര് തമ്മിൽ ഇണ ചേരുന്നു, അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നു. പിന്നെ അവർക്ക് പേരക്കുട്ടികൾ ഉണ്ടാവാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അത് ഈ സഹോദരങ്ങൾ തമ്മിൽ ബന്ധപ്പെടണം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടികൾ ഉൽപ്പാദിപ്പിക്കണം. അവിടെ ആ സാഹോദര്യം റദ്ദ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിന് സാഹോദരി ഇല്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ സഹോദരനെ അള്ള കല്യാണം കഴിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. വേറൊരു വഴിയില്ലല്ലോ. പിന്നെ ഇപ്പൊ മക്കൾ ഉമ്മയുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ ഉണ്ടായാലും അത് ആദം നബിയുടെ മക്കളെ ആവുള്ളൂ, പേരക്കുട്ടി ആവൂല. ഹവ്വാ ബീവിന്റെ മകളെ ആവുള്ളൂ, പേരക്കുട്ടി ആവൂല. ഇനിയിപ്പോ പെൺമക്കളുമായിട്ട് ആദം നബി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ ഉണ്ടായാലും അത് ആദം നബിയുടെ മകളെ ആവുള്ളൂ, പേരക്കുട്ടി ആവൂല. എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ആദം നബിയുടെ ആദ്യത്തെ പേരക്കുട്ടി ഉണ്ടായത് എങ്ങനെയെന്ന് പറയുന്നിടത്ത്, ഈ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് അള്ളാഹു നിങ്ങൾ എല്ലാവരും ഏകോദര സഹോദരന്മാരാണെന്ന് പറയാത്തതിന്റെ രഹസ്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞേ, ഇവിടെ കൃത്യമായിട്ട് അമാനി തഫ്സീർ ഞാൻ വായിച്ചു. കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അമാനി തഫ്സീറിൽ സൂറത്ത് ഗുജറാത്ത് 49-ാം അധ്യായം 13-ന്റെ വിശദീകരണങ്ങൾ നോക്കുക. അതേപോലെ തന്നെ 4-ാം അധ്യായത്തിലെ 1-ാമത്തെ ആയത്തിന്റെ വിശദീകരണം നോക്കാം. അതേപോലെ തന്നെ സൂറത്ത് 7 ആറാഫിന്റെ 65-ഉം 73-ഉം ആയത്തിന്റെ വിശദീകരണം നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനി ഞാൻ ചോദിക്കട്ടെ. അതായത് ഇതിലെവിടെയും എല്ലാ മനുഷ്യരും തമ്മിലുള്ള സാഹോദര്യത്തെ കുറിച്ചോ മാനവിക സാഹോദര്യത്തെ കുറിച്ചോ ഇല്ല. അത് കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത് എന്താണ്, ഖുർആൻ തിരിയുന്ന ആൾക്കാർ പറയുന്നത് എന്താണ്, ഞാനും ഷമീർ പറയുന്നത് എടുക്കണ്ട. പണ്ഡിതന്മാരെന്താണ് ഈ ഖുർആൻ വചനങ്ങളൊക്കെ അധികരിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതെന്നും ഒരു ഹിന്ദു സഹോദര, ക്രിസ്ത്യൻ സഹോദര എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പണ്ഡിതന്മാര് പറയുന്നത് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കേൾപ്പിക്കുകയും ചെയ്യാം. പറഞ്ഞു. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ അമാനി മാത്രം എടുക്കണമെന്നില്ല, ഏത് തഫ്സീറും അതും കൂടി പറയാം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി എന്റെ ചോദ്യം അവനവൻ ഇറക്കാതിരുന്നാ മതി. അവനവൻ തഫ്സീർ ഇതുവരെ ഞാൻ ഇറക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അന്നും പറഞ്ഞത് വേറൊരു വിഷയം ഉണ്ടായി, പിന്നെ സംസാരിക്കാം, വിഷയം മാറും. പിന്നെ തീരുമാനമായില്ലേ, ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ സഹോദര എന്റെ സുഹൃത്ത് ഇസ്ലാമിൽ അനുവാദമില്ല, അത് ഹറാമാണ്. അത് നമ്മൾ രണ്ടാളും സംസാരിച്ച് ഇനി ആളുകൾ കേൾക്കട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രേ ഉള്ളൂ. അതായത് ചോദ്യം ചോദിച്ച് ഫുള്ളാക്കിയിട്ട് അതിന് ഉത്തരം പറഞ്ഞാൽ മതി. അതായത് ഇത്രേ ഉള്ളൂ, ചെറിയ ചോദ്യം. ഇപ്പൊ കേരളത്തില് നമ്മൾ മലയാളികളോടാണ് സംസാരിക്കുന്നത് അല്ലേ? ഇവിടെ കേരളത്തില് ഏതെങ്കിലും പണ്ഡിതന്മാരോ ഏതെങ്കിലും നമ്മൾ കേൾക്കുന്ന ആരാ? എത്രയോ സംസാരിക്കുന്നത് കേൾക്കുന്ന ആരാ? എത്രയോ അത് കേരളത്തിലും മലയാളികളാണ്, കേരളത്തിലെല്ലാം മലയാളികളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ആളുകളോട് നമ്മൾ എന്താണ് പറയേണ്ടതെന്നും അവരിലേക്ക് എന്താണ് എത്തിക്കേണ്ടത് എന്നും നമുക്കറിയാം. അപ്പൊ ഞാൻ ചോദിക്കുന്ന എത്ര ഉള്ളൂ, കേരളത്തിലെ ഏതെങ്കിലും പണ്ഡിതന്മാരും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന ചോദ്യം ഫുള്ളാക്കട്ടെ, എന്നിട്ട് പറഞ്ഞോ ഏതെങ്കിലും പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ ഇങ്ങനെ ഏതെങ്കിലും അമുസ്ലിമിനെ സഹോദര എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ നേരെ തിരിച്ച് കേട്ടിട്ടില്ല, ഞാൻ ചോദ്യം ഫുള്ളാക്കട്ടെ. അപ്പൊ അങ്ങനെ പറഞ്ഞതായിട്ട് ആരുമില്ല. അപ്പൊ ഈ ആയിക്കോട്ടെ, ഇനി കണ്ടുപിടിച്ചോ, പ്രശ്നമില്ല. ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, അത്രേ ഉള്ളൂ ചോദ്യം. അപ്പൊ ഇങ്ങനെ കേൾക്കാത്ത സ്ഥിതിക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് കൊടുക്കാൻ? അപ്പൊ ഈ ഞാൻ പറയട്ടെ ഫുള്ളാക്കട്ടെ
ഇങ്ങനെ ഉണ്ടാകുമ്പോ ഇങ്ങനെ നിങ്ങൾ ഈ ആളുകളോട് പറയുമ്പോ ഒരു ഇതുവരെ കേൾക്കാത്ത ഒരു മുസ്ലിം ആയിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നതാ ഇത് ഇങ്ങനെ തന്നെയാണ്. ഈ മുസ്ലിങ്ങളൊക്കെ മനസ്സിൽ എന്തോ വെച്ചിട്ടാണ് സഹോദര എന്ന് വിളിക്കുന്നത്. വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ആയിരിക്കും അവർ വിചാരിക്കുക അല്ലെ. ഇതിന് ഇസ്ലാമോഫോബിയ എന്നല്ലാതെ എന്താണ് പറയുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞുതരാം, ഉത്തരം കേട്ടോ. ഇത് കേൾക്കുന്ന ആളുകൾക്ക് രണ്ട് തരത്തിലാണ് ഇത് ആളുകൾ വിളിക്കുന്നുണ്ടാവുക. ഒന്ന്, ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് അറിയില്ല. കാരണം മലയാളത്തിൽ ഇത് ഉസ്താദുമാർ അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇംഗ്ലീഷിൽ പറയുന്ന ഇന്ത്യക്കാരായ മൗലവിമാരെ ഞാൻ കാണിച്ചു തരാം. ഹിന്ദിയിൽ പറയുന്ന മൗലവി ഞാൻ കാണിച്ചു തരാം. ഉറുദുവിൽ ഇത് പറയുന്ന ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. മക്കയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഈ ഒരുപാട് ലോകത്തെമ്പാടും നടന്നുകൊണ്ട് ഇസ്ലാമിക പ്രഭാഷണം നടത്തുന്ന വഹാബി പണ്ഡിതനായിട്ടുള്ള, എന്താണ് അയാളുടെ പേര്, അസീമുൽ ഹക്കീം, അയാൾ ഫത്വ കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അയാൾ ഖുർആൻ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഉത്തൈമീൻ എന്ന് പറയുന്ന 2001 മരിച്ച സൗദിയിലെ ഒരു പ്രധാനപ്പെട്ട ഇസ്ലാമിക പണ്ഡിതൻ, അദ്ദേഹം വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഇങ്ങളിപ്പോ ഷമീർ എനിക്ക് ഓതി തന്ന ഖുർആൻ വചനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ ഖുർആനിലുണ്ടല്ലോ, പിന്നെ എങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വിശദീകരിച്ച് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അറബിയിലാണ്, അതിന്റെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ട്. അതും ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കേൾപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് കേരളത്തിലുള്ള മൗലിയാക്കന്മാര് എല്ലാ കാര്യങ്ങളും തുറന്ന് മുസ്ലിങ്ങളോട് പച്ചക്ക് പറഞ്ഞു കൊടുക്കാറില്ല. കാരണം അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആൾക്കാരൊക്കെ മതം വിട്ടു പോകും. കാരണം ഇവിടെ മുർത്തദിനെ കൊല്ലാനുള്ള രാഷ്ട്ര നിയമമൊന്നുമില്ലല്ലോ, മത നിയമമുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ ബദറിനെ കുറിച്ചുള്ള പല കഥകളും ഞങ്ങൾ പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ പല അപ്പൊ ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇസ്ലാമോഫോബിയ ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാം ഇങ്ങനെയൊക്കെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല. മുസ്ലിങ്ങൾ ഇസ്ലാമിൽ അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ ഉണ്ട്, പക്ഷെ മുസ്ലിങ്ങൾ വിളിക്കുന്നൊക്കെ ഉണ്ട്, നല്ലോണം വിളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിനേക്കാളും മെച്ചപ്പെട്ട ഒരു രീതിയിലാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളോട് എന്തിനാ ഫോബിയ? അതെ, അതിപ്പോ ഇപ്പം ഈ കേൾക്കുന്ന പറ്റം ആ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിലുള്ള മുസ്ലിങ്ങളോട് വെറുപ്പല്ലാതെ വേറെ സ്നേഹം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യണത് എന്താ? ഒരു മയത്തില് എന്ത് ചെയ്യാ? ഇസ്ലാമോഫോബിയ പറയാ. അതേ സ്ഥാനത്ത് ആരിഫ് എന്ത് ചെയ്യാ? അത് പച്ചക്ക് പറയാ. എന്നിട്ട് പറയാ അല്ലല്ലല്ല, നമ്മൾ ആരിഫുള്ള നമ്മള് നമ്മള് ഇസ്ലാമുള്ള നമ്മൾ തീർത്തോളാം എന്നാണോ നമ്മള് പറയാ? ഞാൻ ആരിഫിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടേ നിങ്ങൾ പറഞ്ഞോളി, നിങ്ങളോട് എന്തെങ്കിലും പറയണ്ടേ ഞാൻ പറയും. പൊതുവായിട്ട് നിങ്ങൾക്ക് പറയാം. എന്നിട്ട് നമ്മൾ പെട്ടവനല്ല എന്ന് പറയാ. അയാൾ ഒരു മനുഷ്യനല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ? അവൻ നമ്മൾ പെട്ടവനല്ല എന്നല്ല പറഞ്ഞു, ഞാൻ അവരിൽ പെട്ടവനല്ല. അതെ, അവരിൽ പെട്ടവനല്ല. രണ്ടും കണക്കന്നെ. രണ്ടും കണക്കന്നല്ലേ? അല്ലെങ്കിൽ ഒന്നും രണ്ടും പറയാൻ അർത്ഥം എന്താ വ്യത്യാസം? അവര് നമ്മളിൽ പെട്ടവനല്ല. നമ്മളൊക്കെ കുറെ ആൾക്കാരും നമ്മളൊരു കൂട്ടം അവരെ മാത്രം പുറത്താക്കണം, അങ്ങനെയല്ല. ഞാൻ അവരിൽ പെട്ടവനല്ല എന്നാണ്, ഞാൻ മാത്രം ഒറ്റക്ക് മാറി നിൽക്കാണ്. അതെ, അപ്പൊ അയാള് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും അനുകൂലിക്കാൻ കഴിയൂല. അത് ആരിഫായാലും ആയാലും അംഗീകരിക്കാൻ പറ്റുന്നതും പറ്റാത്തതൊക്കെ ഉണ്ടാവും. അങ്ങനെ അനുകൂലം ഇല്ലാത്ത പല നിലപാടുകളും ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ട് അത് മാറി നിൽക്കും. എ.പി. അബൂബക്കർ മുസ്ലിയാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കണ്ട നിങ്ങള്? ഇല്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുണ്ടാവും. അതെടുത്തിട്ട് നമ്മൾ ആരെങ്കിലും പറയോ? അതൊക്കെ സാധാരണ ഇവര് മനുഷ്യന്മാരല്ല, സഹോദരൻ എന്ന് വിളിക്കാൻ പറ്റൂല എന്ന് നമ്മളാരെങ്കിലും പറയും? പറയില്ലല്ലോ. മുസ്ലിങ്ങൾക്ക് മാത്രമാണ് സാഹോദര്യമുള്ളൂ ഇസ്ലാമില്. അത് ഇസ്ലാമില് മതപരമായിട്ടുള്ള നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം. നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് രാഹുൽ ഈശ്വരനെ സഹോദരൻ എന്ന് വിളിക്കുക? ഞാൻ വിളിക്കും. എല്ലാ മനുഷ്യരും ഞാൻ സഹോദരൻ വിളിക്കും. എന്താ പ്രശ്നം? ആയിക്കോട്ടെ, നിങ്ങളെ വിശ്വാസമാണോ ആരിഫിനുള്ളത്? സഹോദര വിശ്വാസമാണോ? സഹോദര രാഹുൽ ഈശ്വരൻ ഞാൻ വിളിക്കും. അതിനെന്താ? ഞാൻ നിങ്ങളെയും വിളിക്കൂ സഹോദരൻ. പക്ഷെ നിങ്ങൾക്ക് വിളിക്കാന് മതപരമായി സഹോദരൻ നിങ്ങൾ പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ അത് ഹറാമാണ്. അതെ, അത് തന്നെ ഞാനും പറഞ്ഞേ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ എന്താ പേര് രാഹുൽ ഈശ്വരന്റെ അതേ വിശ്വാസമാണോ നിങ്ങൾക്ക്? അപ്പൊ അല്ലല്ലോ. ആ വിശ്വാസത്തിൽ നിങ്ങൾ സഹോദരങ്ങളാണോ? ഇല്ല, അത് എത്ര ഉള്ളൂ. വിശ്വാസം സഹോദര്യം പറയുന്നതേ അതാണ് ഇസ്ലാമും ഞാനും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഞാൻ പറഞ്ഞത്. സഹോദര്യം പ്രഖ്യാപിക്കുന്നത് തന്നെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്.
അതന്നെ ഞാൻ പറഞ്ഞു. ഒരാളുടെ അഭിപ്രായവും സാഹോദര്യവും തമ്മിൽ എന്താ ബന്ധം? മാനവിക സാഹോദര്യത്തിൽ ആരിഫും പിന്നെ രാഹുൽ ഈശ്വറും ഇവിടുത്തെ സംഘപരിവാറും മോദിജിയും അമിത്ഷി ഒക്കെ വരും, എം അക്ബറും വരും, ബുജാൽ വാൽശ്ശേരിയും വരും. മാനുഷിക സാഹോദര്യത്തിൽ അങ്ങനെ ഒരു സാഹോദര്യം മനുഷ്യർക്ക് സാധ്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, തർക്കങ്ങൾ ഉണ്ടാവും, കച്ചറ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സാഹോദര്യം, വിശാലാർത്ഥത്തിലുള്ള സാഹോദര്യം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം സാഹോദര്യത്തിന് അടിസ്ഥാനമായി വെക്കുന്നത് വിശ്വാസത്തെയാണ്. കൊണ്ടുവന്ന ആ ആയത്ത് തന്നെ കൃത്യമായിട്ട് അതിൽ പറയുന്നത് ആ ആയത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന ഒരു ആയത്തിലില്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾ തമ്മിലാണ് സാഹോദര്യം എന്നതിന് ഇഷ്ടം പോലെ തെളിവ് ഞങ്ങൾക്ക് തരുകയും ചെയ്തു. ആ ആയത്ത് നിങ്ങൾ കാണിച്ച സൂറത്ത് ഗുജറാത്തിലെ 10ാമത്തെ ആയത്തല്ലേ? സൂറത്ത് ഗുജറാത്തിലെ 10ാമത്തെ ആയത്തിൽ കൃത്യമായിട്ട് പറയുന്നത് എന്താ? അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്താണ് പറയേണ്ടത് കൃത്യമായിട്ട് വിശദീകരിക്കുകയാണ് അവിടെ ചെയ്തത്. എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ ഇതും വെച്ചിട്ട് അവരോട് സംസാരിക്കാനാണ് പറഞ്ഞത്. ഖുർആൻ വെച്ചിട്ട് അവരോട് സംസാരിക്കാനാണ്. അതേ സ്ഥാനത്ത് ഞാനും നിങ്ങളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഞാനും നിങ്ങൾ ഒരു കച്ചറ ഉണ്ടായി, ലിയാഖത്ത് ഞാൻ പറയട്ടെ, ഞാനും ലിയാഖത്ത് ഒരു കച്ചറ പോലെ ഉണ്ടായി വിചാരിക്കാം, പ്രശ്നമായി, ഒരു രഞ്ജിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞത് കേട്ടു ആൾക്കാര്, ഷമീർ പറഞ്ഞത് കേട്ടു, ഷമീർ പറഞ്ഞ ഖുർആൻ വചനങ്ങൾ കേട്ടു, ഞാൻ പറഞ്ഞ ഖുർആൻ വചനങ്ങൾ ഹദീസുകളുടെയും നമ്പറുകളൊക്കെ നമ്മൾ രണ്ടാൾ അങ്ങോട്ടും പറഞ്ഞത് വിശ്വാസികൾ കേട്ടു. ആളുകൾ അത് പരിശോധിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കട്ടെ, ഷമീർ പറഞ്ഞത് പരിശോധിച്ചോട്ടെ. ഇതിനു പുറമെ ഞാൻ പറഞ്ഞ 2 പ്രധാനപ്പെട്ട ഇസ്ലാമിക പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ പച്ചയായിട്ട് കാര്യം വിശദീകരിക്കുന്നത്, ഖുർആനും ഹദീസും ഓതി വിശദീകരിക്കുന്നത് ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കും ചെയ്യാം. ആളുകൾ സംശയ ദൂരീകരണം വരുത്തട്ടെ. അങ്ങനെ നിർത്തിയാൽ നമുക്ക് അതല്ല എന്റെ ശരി. യൂട്യൂബിന്റെ ലിങ്ക് ഇട്ടുകൊടുത്തേക്ക്. എന്ത് യൂട്യൂബിന്റെ ലിങ്ക്? അത് നമുക്ക് വീഡിയോന്റെ താഴെ ഈ 2 പേരുടെ യൂട്യൂബിന്റെ ലിങ്ക് താഴെ ഇട്ട് കൊടുക്കും ചെയ്യാം. അപ്പൊ മുഴുവൻ കേട്ടോട്ടെ. ഫത്വ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഫത്വകൾ നിങ്ങൾ കൊടുന്നോളി. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ എന്നാ ശരി, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ ഷമീറിനോട് എന്താ പറയാ, ഷമീർ വെറുതെ സമയം കളയണ്ട വെച്ചിട്ടാണ് വരട്ടെ. ഇഷ്ടം പോലെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഒറ്റൊന്നും മറുപടി ആയിട്ട് നിങ്ങൾ വന്നിട്ടില്ല. അതിന്റെ ഒരു മെറിറ്റ് വേണ്ട ഷമീർ. എന്തെങ്കിലും നിങ്ങളെ വൈത്താല കൂടുന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ബാക്കിയുള്ളവരെ പോലെയല്ല, നമ്മൾ ഒഴിഞ്ഞിരിക്കാൻ നിങ്ങൾ നോക്കി. നിങ്ങൾ ആ നേരം വല്ല ക്ലബ് ഹൗസും തപ്പിട്ടായിരുന്നു ഒരു പൊട്ടവും മുറി എടുത്തിട്ട് ബാസിലിനും ടീമിന് കൊടുക്കും. ഞാനത് നാളെ വിളിച്ച അതിനുള്ള മറുപടി ഞാൻ നാളെ തരാം. ഉറുമ്പിന്റെ സംഭവം അല്ലേ, ഞാൻ നാളെ വിളിക്കുന്നുണ്ട്. അത് ഞാൻ കൃത്യമാക്കിട്ട് നാളെ നിങ്ങളെ തന്നെ വിളിക്കും. ശരി, വൈരുദ്ധ്യം പറഞ്ഞ നിങ്ങളെ തന്നെ വിളിക്കും. അപ്പോൾ നിങ്ങൾ അതിന്റെ ഫുൾ ക്ലിപ്പ്, നിങ്ങൾ ക്ലിപ്പ് മുറിച്ച പിന്നെ ചർച്ചയുടെ ഫുൾ ലിങ്ക് തരൂലേ? തരും. എത്രാമത്തെ മിനിറ്റ് മുതലാന്ന് നിങ്ങൾക്ക് പറഞ്ഞു? നിങ്ങൾ തരണം. അത് മുക്കിയത് നിങ്ങളാണ്. ഡേറ്റ് അല്ല, നിങ്ങൾ എവിടുന്നാണ് വീഡിയോ? നിങ്ങൾ മുറിച്ചെടുക്കുമ്പോ നിങ്ങളെ ലിങ്ക് ഇടണ്ടേ? അത് ശരി, മുറിച്ചെടുക്കുമ്പോ ലിങ്ക് ഞാൻ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. മുറിച്ചെടുക്കണതിന്റെ വീഡിയോ ലിങ്ക് നിങ്ങൾ എനിക്ക് തരണ്ടേ? മുറിച്ചെടുത്തത് ഇപ്പോഴല്ല, അതിന്റെ സമയം ഞാൻ പറഞ്ഞിട്ട് ഈ നിങ്ങൾ ഈ പരിപാടി നടന്ന ഡേറ്റ് ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ എവിടെ ആ വീഡിയോ മുക്കിയതാണോ എനിക്ക് നല്ല സംശയം. ഒരു 15 സെക്കൻഡ് മുറിച്ചെടുത്തിരുന്ന കാര്യം 15 നിങ്ങൾ 10 സെക്കൻഡിന്റെ അല്ലേ ഇബ്നു ഉത്തൈമിന്റെ ഇതെടുത്ത് 10 ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇബ്നു ഉത്തൈമിന്റെയോ? അതിന്റെ ഫുൾ ലിങ്ക് ഞാൻ ഇടാന്ന് പറഞ്ഞല്ലോ ഇതിന് താഴെ. അപ്പൊ പിന്നെ അത് പറയരുത്. ഞാൻ തരാം, ഞാൻ ഇടുന്ന ലിങ്കും തരാം. അതിനെന്താ, ഞാൻ നാളെ വിളിച്ചിട്ട് ആ വിഷയം ഇനി വെറുതെ കൂട്ടേണ്ട സമയം. ശരി, ഇന്നത്തെ എന്റെ ലൈവാണ് കോളായി കിട്ടി. അത് പറഞ്ഞോ ഇന്റെ പേരിൽ പറയല്ലേ, വെറുതെ സമയം എനിക്കെടുത്താണ്. ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്തത് അറിഞ്ഞിട്ടാണ് ഇപ്പൊ സമയം കളഞ്ഞത്. അതാണ് പ്രശ്നം. ഇല്ലാത്ത സാഹോദര്യം തെരഞ്ഞുള്ള സമയം കളഞ്ഞ നമ്മള്. നോക്കട്ടെ, ഇനിയിപ്പോ 8:10 ഇനിയിപ്പോ 10 മണിക്കൊക്കെ ആക്കേണ്ടി വരും. ഭയങ്കര കഷ്ടപ്പാടാണേ. പിന്നെ മനുഷ്യന് കിടന്നുറങ്ങണ്ടേ മനുഷ്യൻ? ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇസ്ലാം വിരുദ്ധത ഇങ്ങനെ പറയണോ? എന്റെ ഇന്നത്തെ ലൈവ് കൊളാക്കാൻ വിളിച്ചേച്ച് ഇന്നത്തെ ലൈവിന് മാറി ഈ വീഡിയോ ആണ് ഇടാതെ നല്ലത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു ഡെയിലി. ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ ആലോചിച്ചു ഡെയിലി ഇങ്ങനെ ഇസ്ലാം വിരുദ്ധത പറഞ്ഞിട്ട് എന്താണ് ഒരു ഇത് കിട്ടണ? എന്താ ചെയ്യാ, ഒരു മനസുഖം,
ഒരു അതാണ് സമാധാനം, ചോദിച്ചു, സന്തോഷം. അതാ ചോദിച്ചു, സുഖാണോ? അതെ അതെ, മനസ്സുഖം. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പറയോ കേരളത്തിൽ ഒരാൾക്കും അഭിപ്രായം ഇല്ലാത്ത ഒരു വിഷയം കേരളത്തിൽ വിട്ടുകൊണ്ടുവന്നിട്ട് അഭിപ്രായം ഒരു നോക്കിയിട്ടാണ് പിന്നെ സഹോദരന് വിളിക്കാൻ പറ്റൂല? സൗദിയുടെ കാര്യം പറയുമ്പോ സൗദി അല്ല ദീന് ചങ്ങാതി, തീരുമാനിക്കണം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടല്ലേ പറയേണ്ടത്? നിങ്ങൾ എന്താണ് മനുഷ്യന്മാർക്ക് ഈ കേരളത്തിലുള്ള ഒരാൾക്കും ഇല്ലാത്ത വിഷയം പറഞ്ഞൂടെ? എന്താ പ്രശ്നം? അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഞാൻ അമാനിന്റെ തഫ്സീർ അടക്കം വായിച്ചു. പാടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങളാണ് പറയാത്ത? ഞാൻ ആയിക്കോട്ടെ, ഞാൻ ഈ സംശയം തീർക്കാൻ വേണ്ടിട്ട് ഇനി ഇന്റെ തെറ്റാണെന്ന് വിചാരിച്ചിട്ട് 1-2 ആൾക്കാരോട് ചോദിച്ചും ചെയ്തു. 1-2 ആൾക്കാരോട് ഇനി ഇന്റെ തെറ്റാണ് വിചാരിച്ചിട്ട് ഞാൻ 1-2 ആൾക്കാരോട് ചോദിച്ചു. കേട്ടെ, അത് പറയേണ്ട ആവശ്യമില്ല, അത് എനിക്കൊന്ന് ചോദിക്കാനാണ്. അതടക്കട്ടെ. നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോ മുസ്തഫ മൗലവിനോട് ചോദിച്ചാൽ പറയാ സഹോദരാന്ന് വിളിക്കുന്നതിൽ തെറ്റൂല. വേറൊരു പറയൂല. പൊന്നാൻ എന്റെ ഷമീറേ, ഒരു ബന്ധമില്ല, വേറൊരു മൂല്യരും പറയില്ല. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ. ഇല്ല, നിങ്ങൾ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ, എനിക്കൊന്ന് കേൾക്കാലോ അങ്ങനെ ഒരു ഉസ്താദ് പറയണത്. സന്തോഷല്ലേ നമുക്കതൊക്കെ. അക്ബർ സാഹിബിനെ സ്വകാര്യത്തിൽ വിളിച്ചു ചോദിച്ചു നോക്കി. എന്തിന്? ഉസ്താദ് പറഞ്ഞുതരും, സാഹിബ് പറഞ്ഞുതരും, നിങ്ങൾക്ക് സ്വകാര്യത്തിലൊക്കെ പറഞ്ഞുതരും. പരസ്യമായിട്ട് പറയുമ്പോ ഒരു വൈറ്റ് ക്ലബ് ഉണ്ടാവത്രേ ഉള്ളൂ. നിങ്ങൾ ഈ സാധാരണക്കാരായിട്ട് വിശ്വാസികൾ വിളിക്കുമ്പോ ആ ആൾക്കാരെ പറ്റിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഷമീർ സാധാരണക്കാരനാണെന്നാണ് മറ്റവൻ പറഞ്ഞത്. സാധാരണക്കാരിൽ സാധാരണക്കാരൻ തന്നെ. ഇപ്പൊ നിങ്ങളെ ഞാൻ പറ്റിക്കാന്ന് സംസാരിക്കല്ലേ? ഖുർആൻ മുഴുവനായിട്ട് ഒരു പ്രാവശ്യം പോലും വായിക്കാത്ത ആളുകളായിരിക്കും ചിലപ്പോ നിങ്ങൾ വിളിക്കുക. അതിനെന്താ കാര്യം? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഒരു മിനിറ്റ്, ടി കെ അഷ്റഫിനെ പോലുള്ള ആൾക്കാർ ഇരുന്നിട്ട് ഇസ്ലാമിസ്റ്റുകൾ അല്ല ഇസ്ലാമിക പക്ഷത്തുനിന്ന് ആരും സംവാദത്തിനും ചർച്ചക്കൊന്നും പോകരുത് അറിയപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അതിന് അവരവരായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം വിശ്വാസികൾ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഏകപക്ഷീയമായ വിഷയോ? കാര്യങ്ങൾ എന്താ ടി കെ അഷ്റഫ് പറഞ്ഞത്? തുല്യ സമയം വെച്ചിട്ടാണ് കിട്ടുക. സംസാരിക്കും. അപ്പൊ ഓല് പറയണത് വിശ്വാസികൾ കേൾക്കും. ഇതല്ലേ ഇപ്പൊ പേടി? അല്ലല്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല. കേട്ടാ പറന്നു പോണ ഒരു അഭിപ്രായം കേട്ടാ പറന്നു പോണ എന്തോ സാധനമാണ് ഈമാൻ. പേടിയുള്ള മൂല്യന്മാരാണ് കുട്ടികൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കുന്നത്. എങ്ങനെ ദീന് നിലനിൽക്കുന്നു പറഞ്ഞ? ദീന അത് അള്ളാഹു നിലനിർത്തിക്കോളും. അതല്ലല്ലോ നമ്മളതായിട്ടുള്ള ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾ ഈ പറയുന്ന തെറ്റിദ്ധാരണകൾ എത്ര ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഗുണാണോ ദോഷാണോ ഞാൻ ചോദിക്കാം, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. എനിക്ക് തോന്നിയത് ഗുണാണെന്നാണ്. കാരണം കുറെ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്. അല്ല, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണ ഈ നിഷ്പക്ഷനായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള ആവേശം കൂടും. അതേ സ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കിട്ടിയാ മതി, അത് കിട്ടിയ അപ്പൊ തന്നെ ചിലപ്പോ അങ്ങനത്തെ പോയി, അങ്ങനത്തെ ആളുകളും ഉണ്ടാവും. അവൻ പിന്നെ തിരിച്ചു നോക്കൂല. കുട്ടികളെ ദീന് നേരെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ, ആ ഓര് കൊടുക്കണ ഒരു തിന്ന് പോയിക്കോട്ടെ, അതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പറയുന്നു. ഒരു സമുദായത്തിന് വേണ്ടി പണിയെടുക്കണ ഈ കുട്ടികളെയൊക്കെ മദ്രസക്ക് വിടുന്നത് ഈ കുട്ടികളെ ഈമാനി ഉസ്താദ്മാര് സലാമത്തായി കൊടുക്കുന്ന വിചാരിച്ചിട്ടല്ലേ? ഓൽക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന പറഞ്ഞിട്ടല്ലേ? എന്നിട്ട് സംശയം കേട്ടാൽ ദീന് പോകുന്ന ഉസ്താദ്മാരെ നിലവിളിച്ച പിന്നെ എങ്ങനെ പരിപാടി? അല്ല, ഈ മദ്രസ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള 7 7 ക്ലാസ്. നിങ്ങൾ തന്നെ 6ാം ക്ലാസ് വരെ പഠിച്ചു, ഞാൻ 5ാം ക്ലാസ് വരെ. എനിക്ക് 10-42 വയസ്സായി. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിസ്ഥാനപരമായിട്ടുള്ള എത്ര വയസ്സായി? 36 വയസ്സ്. ഷമീർ 36 വയസ്സാകുമ്പോ നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ ഏകദേശം ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് മദ്രസ ആയിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന മദ്രസയിൽ എന്റെ കഥ പറഞ്ഞത്, ഞാൻ പഠിച്ച മദ്രസയില് പാറമ്മൽ ദാറുൽ ഹുദ മദ്രസ എന്നാണ് ആ മദ്രസന്റെ പേര് കേട്ടോ. ആ മദ്രസയിൽ 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങള് 5ാം ക്ലാസ് പഠിച്ച കുട്ടികൾ 5ാം ക്ലാസ് പരീക്ഷ പാസ്സായപ്പോ ഞങ്ങൾ അവിടുത്തെ ഉസ്താദുമാരോട് പറഞ്ഞിട്ട്, ഞങ്ങളൊരു 5-6 ആൾക്കാർ പറഞ്ഞിട്ട് 6ാം ക്ലാസ് തുടങ്ങി. കാരണം 6ാം ക്ലാസ്സിൽ പൊതുപരീക്ഷ അല്ലല്ലോ. പിന്നെ 7ാം ക്ലാസ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നത് ഒരു ഉസ്താദിന്റെ വീട്ടില്, അവിടുത്തെ ഒരു വലിയ ഉസ്താദിന്റെ വീട്ടില് മഗ്‌രിബിന്റെ ഇശാന്റെ അടിയിലായിരുന്നു. അത് പൊതുപരീക്ഷ ഉണ്ടായതുമില്ല. അത്ര ഉള്ള മദ്രസയിലെ ആ സമയത്ത് തന്നെ ടൗണിലൊക്കെ പലയിടത്തും 10ാം ക്ലാസ് വരെ മദ്രസ ഒക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ 3ാം ക്ലാസ്സിൽ തുടങ്ങും, അല്ല 3-3.5 വയസ്സിൽ തുടങ്ങും. അൽഫിത്തന എന്നൊക്കെ പറഞ്ഞിട്ട്. അൽഫിത്ര എന്ന് പറഞ്ഞാൽ അൽഫിത്തന തന്നെ, അതിൽ ഏറ്റവും വലിയ ഫിത്തനയാണ് ഇപ്പൊ അത്. എന്താണ് അതിലൊക്കെ പേരും ഫിത്തനയാണ് എന്റെ ഷമീറെ, പേരും ഫിത്തനയാണ് അതൊക്കെ. പേരും ഫിത്തന, കുട്ടീന്റെ തലച്ചോറ് കലക്കണ പരിപാടിയാണ് എന്റെ ഷമീറെ. കുട്ടികള് മനുഷ്യന്മാരെ കാണൂല, കുട്ടികള് മുസ്ലിങ്ങളെ മാത്രമേ കാണുള്ളൂ. മുസ്ലിം മകനോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ, എന്തെങ്കിലും ഒന്ന് ചോദിക്കും. എന്തെങ്കിലും ചോദിക്കി. നിങ്ങൾ ഒരു ഹിന്ദു ഈ കുട്ടികളെ മദ്രസ നമ്മളൊക്കെ മദ്രസ പോയതല്ലേ?
4.5 വയസ്സ് 5 വയസ്സിൽ നമ്മൾ 1-ാം ക്ലാസ് ചേർക്കും. മതം കൃത്യമായിട്ട് അതിന്റെ എത്ര വയസ്സിൽ? അടിസ്ഥാന 3 വയസ്സിൽ? കാര്യങ്ങൾ 3.5 പഠിപ്പിച്ചു വയസ്സിലോ? തുടങ്ങാണ്. 3.5 വയസ്സിലോ? 3.5-4 വയസ്സിന്റെ ഉള്ളിലാണ്. എന്തിന്? ആയിക്കോട്ടെ, അത് അത് ചെറുപ്പത്തിലെ ആ ഈ പഠനം കോമൺ ഉണ്ടായിക്കോട്ടെ. ആയിട്ട്, അതായത് നമ്മള് സാധാരണ ആ അവിടെ പ്രായത്തിൽ ഒരു പഠിക്കുന്ന കുട്ടികള് മനുഷ്യത്വ വിരുദ്ധമായിട്ടോ പറഞ്ഞുതരാം, മനുഷ്യത്വ അല്ലെങ്കിൽ വിരുദ്ധാണ് സാമൂഹ്യ ആ കുട്ടികളോട് വിരുദ്ധമായിട്ടോ ചെയ്യുന്ന കാര്യങ്ങൾ ക്രൂരത. അവിടെ പഠിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. അത് ഇപ്പൊ എന്തുകൊണ്ടാണ്? അംഗനവാടിയിൽ പോയിട്ടില്ലേ? ഞാൻ പറഞ്ഞുതരാം ഷമീറെ. നിങ്ങൾ നമ്മൾ അംഗനവാടി പോയിട്ടില്ലേ? അംഗൻവാടിയിലോ പ്രീ പ്രൈമറിയിലോ പോയിട്ട് എല്ലാത്തരം എന്താണ്? മനുഷ്യരോടും ഇടപഴകി ഒരു സെക്കുലർ സമൂഹത്തിൽ ജീവിക്കേണ്ട രീതിയിൽ ആ കുട്ടിയുടെ ഒരു അടിസ്ഥാനം സെറ്റ് ചെയ്യുന്നതിന് പകരം ഒരു അതെ, മുസ്ലിം കൾച്ചർ ആ അംഗനവാടിയിലും കുട്ടിയുടെ പോകുന്നുണ്ട്, ബോധം ഉറക്കുന്നതിന് മുൻപ് മദ്രസയിലും കുത്തി പോകുന്നുണ്ട്. നിറക്കണല്ലേ? അതിലെന്താണ് കുഴപ്പമെന്നാ ചോദിച്ചത്? നല്ല കുഴപ്പമില്ല. അതിലെന്താ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ ഇംഗ്ലീഷ് നമുക്കൊന്നും പറയാം. പരിജ്ഞാനം കൂടി ഇംഗ്ലീഷും കൂടി കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് എന്താ കാര്യം? എന്നിട്ട് എന്തിനാണ് ഈ മുസ്ലിം കുട്ടികളെ ഭൗതിക മാത്രം പഠനവും സെപ്പറേറ്റ്? അല്ല, നിക്ക് ഈ ഭൗതിക പഠനമുണ്ട്. അൽ ഫിത്ര എന്ന് പറയുന്ന ഈ മദ്രസ ഈ 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ നിങ്ങൾ മുസ്ലിം കുട്ടികളല്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുവോ? അതെങ്ങനെയാണ്? ഇത് മതപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഉള്ളതാണ്. അത് കൂടിയാണെങ്കിൽ ആ സമയത്ത് മാത്രം സെഗ്രിഗേറ്റ് ചെയ്താൽ മതിയല്ലോ. നിങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? എനിക്കറിയാം അതിന്റെ സിലബസ് ഒക്കെ എന്റെ തന്നെ ഷമീറെ. ആയിക്കോട്ടെ, അതിലെന്താണ് അതോടെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യത്വ സാമൂഹ്യ വിരുദ്ധ വിരുദ്ധമായിട്ട് കുട്ടികളെ മനുഷ്യത്വത്തിനെതിരെ വിരുദ്ധമായി ഞാൻ പറഞ്ഞുതരാം, മനുഷ്യ കുഞ്ഞായിട്ട് വളരുന്നതിന് പകരം ഒരു മതക്കുഞ്ഞായിട്ട് വളരാൻ വേണ്ടിയുള്ള പരിശീലനമാണത്. ഇൻക്യുബേഷൻ. എന്താ കുഴപ്പമെന്നാ? ഒരു കുഴപ്പമില്ല. എന്നാ ശരി. നിങ്ങൾ മതക്കുഞ്ഞായിട്ടല്ലേ വളർന്നത്? ഷമീറിന് മനസ്സിലാവില്ല ഷമീർ. ഇപ്പൊ മനസ്സിലാവില്ല. നിങ്ങൾ എത്ര കാലം, ഒരു 5 6 7 വർഷമോ ചിലപ്പോ 8 ആയിരിക്കും, 10-15 കൊല്ലം കഴിയുമ്പോ മനസ്സിലാവും ഷമീറെ. അല്ല, 8 കൊല്ലറ്റായിട്ടുണ്ടാവും ചിലപ്പം ഇസ്ലാം വിട്ടിട്ട്, അല്ലെങ്കിൽ 10. അതുവരെ നിങ്ങൾ ഒരു മതക്കുഞ്ഞായിട്ടല്ലേ വളർന്നത്? അല്ല, സമൂഹത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഈ അങ്ങനെയല്ല. എന്റെ കേസ് നീ വേറെ കുറെ ആൾക്കാരെ കണ്ടത്. എന്റെ കേസ് എന്ന് പറഞ്ഞാല്, നമ്മൾ മതത്തിലായിരിക്കുമ്പോഴും നമുക്ക് മതത്തിൽ അംഗീകരിക്കാൻ പറ്റാതെ അസ്വസ്ഥത ഉണ്ടായിരുന്ന കുറെ സാധനങ്ങളുണ്ട്. അതിന് ഉത്തരം തേടിയും അതിന്റെ സംശയത്തിന് ദൂരീകരണം തേടിയും പഠിച്ചു മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഉള്ളുകളികളൊക്കെ മനസ്സിലായത്. അതാ വിഷയം. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാതെ പഠിച്ച പ്രശ്നമാണ്. ഞാൻ ഇസ്ലാം എന്ന് പുറത്താക്കിയത് ഒരാള് ഹുസൈൻ സലഫിയാണ്. ഞാൻ ജബ്ബാർ മാഷൊക്കെ കാണുന്നത് എന്റെ മതവും വിട്ട് പിന്നെയും കുറെ കഴിഞ്ഞിട്ടാ. എന്നെ ഇസ്ലാം എന്ന് പുറത്തേക്ക് വഴി കാണിച്ചു തന്ന 2 ആൾക്കാരാണ്. ഇടത്തുനിന്ന് വലത്തുനിന്ന് ടോർച്ച് അടിച്ചെന്ന്. ഒന്ന് ഹുസൈൻ സലഫി പേരോടുമാണ്. അതിന് ഞാൻ എന്നും അവരോട് കടപ്പെട്ടിരിക്കും. നിങ്ങൾ ആ വിഷയത്തിൽ അന്വേഷിക്കാനും വേണ്ടിയത് ഞാൻ ഫുള്ളായിട്ട് അന്വേഷിച്ചു. ആദ്യം ഹുസൈൻ സലഫിന്റെ ഭാഗങ്ങൾ മുഴുവൻ കേട്ടു, പിന്നെ നമ്മുടെ പേരോടിന്റെ മുഴുവൻ കേട്ടു. എത്രയോ DVD ഉണ്ട് അതിന്റെ പൊന്നോ. എത്ര കാലം ഉറക്കൊഴിച്ച് കേട്ടിരുന്ന്. എന്നിട്ട് ഉറക്കൊഴിച്ച് കേട്ടിരിക്കുന്ന ഷമീറെ, നമ്മള് ഓലൊക്കെ ഓതുന്ന ഒരു ആയത്തൊക്കെ മുറിക്കുമല്ലേ, ഓല ആയത്തും ഹദീസൊക്കെ മുറിക്കും. എന്നിട്ട് ഒരു മുറിച്ചു കൊണ്ടുവരുന്ന ആയത്തും ഹദീസും ക്ലിപ്പും ഒക്കെ അതിലെ പിന്നെ ആ ആയത്തൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ അത് നോക്കി, ഇതിൽ ആര് പറഞ്ഞാൽ ശരി നോക്കി, അതിന്റെ വിശദീകരണം നോക്കി, എന്തോരം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പുറത്തു വരുന്നത്. അല്ലാതെ വെറുതെ ഷമീർ ആരെങ്കിലും ഒരു വിമർശകൻ എന്തെങ്കിലും പറയുമ്പോഴത്തേന് പുറത്തേക്ക് ആടല്ല. അത് തൗഹീദായിട്ട് ബന്ധപ്പെട്ട വിഷയല്ലേ? തൗഹീദായിട്ട് ബന്ധപ്പെട്ട സാധനം വെച്ചിട്ട് ഇവര് അമ്മാനാടി കളിക്കുന്നത് കണ്ടിട്ടാണ് എന്റെ കിളി പോയത്. അതിൽ ഇഷ്ടം പോലെ ആളുകൾക്ക് കാര്യം മനസ്സിലായതുണ്ട്. എനിക്ക് മനസ്സിലായില്ലേ? ഇവരൊക്കെ നമ്പിനാൽ ചിലപ്പോ ചില ആളുകള് ഈമാൻ പോയിട്ടുണ്ടാവും. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ പോവാനാണ്. യോഗല്ല എന്നുള്ളതാണ്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു അതിനൊരു കാരണമായിട്ട് കുറെ ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആരൊക്കെയാന്നുള്ള നമുക്കറിയില്ല. അതെ. അവര് ചിലപ്പം അങ്ങനെ വിഭജിച്ചു പോയേക്കാം. ഇത്ര നമുക്ക് അതിൽ വിഷയത്തിൽ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഇപ്പൊ ഇതൊക്കെ നമുക്ക് നാളെ എന്താ നടക്കാന്ന് അറിയുന്നുണ്ടെങ്കിൽ സുഖല്ലേ? അത്രേ ഉള്ളൂ. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇങ്ങനത്തെ ആരും ഈ കേരളത്തിൽ പോലും പറയാത്ത ആ കാര്യങ്ങളൊക്കെ എന്തിനാണ് കൊണ്ടുവന്നിട്ട് മനുഷ്യർക്കിടയിൽ ഈ പ്രശ്നം ഉണ്ടാക്കുകയല്ലേ ചെയ്യുക? ഇത് കൂടുതൽ പ്രശ്നമല്ലേ ഉണ്ടാവുക? ഒരു പ്രശ്നം പരിഹരിക്കല്ലല്ലോ ആവുക അത്. ഇപ്പൊ ഇന്നത്തെ ലൈവ് കോളാക്കിയിലുള്ള അവാർഡ് എനിക്ക് തരും. ഒന്നുമില്ല, ഞാൻ ഈ കോൾ റെക്കോർഡ് ചെയ്യാനാണ് പബ്ലിഷ് ചെയ്യാല്ലാണ്ട് ഇപ്പൊ എന്താക്കാ? അത് അതാണ് എളുപ്പം. ഇന്നിപ്പോ ഇനി വേറെ വീഡിയോ അതിൽ നിങ്ങൾക്ക് ഒരു മനസ്സുഖം ഉണ്ടാകുമെങ്കിൽ അതങ്ങനെ നടക്കട്ടെ. അതെ, മനസ്സ് നമുക്ക് എല്ലാവർക്കും സംതൃപ്തിയാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്. അതെ, നമ്മൾ കാരണം, ഞാനും ഷമീറും കാരണം ആളുകൾക്ക് കാര്യം മനസ്സിലാവുമ്പോ അത് സന്തോഷിക്കല്ലേ വേണ്ടേ?
അത്രേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനിയിപ്പോ ഒരു ലൈവ് ഇടണം വിചാരിച്ചതാ. നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ ആ വിഷയത്തിൽ ഒരു ലൈവ് ഇടണം വിചാരിച്ചതാ. അതുകൊണ്ട് ആദ്യം ഒന്ന് വിളിച്ചിട്ട് സംസാരിക്കാൻ വിചാരിച്ചു. ഇനിയിപ്പോ ലൈവ് ഇടാനുള്ള മൂഡ് പോയാ? മൂടല്ല, ഞാൻ അതിന്റെ ആവശ്യമില്ല. ശരി, അപ്പൊ ഇതാണ് പുറത്തു വിടാം. ആയിക്കോട്ടെ, ഓക്കെ. ഞാൻ നിങ്ങൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് ഇനി ഓക്കെ, ശരി. ശരി, മറ്റേ നാളെ വിളിക്കാം. ഓക്കെ. However, brotherhood is mainly focused on Islamic orientation. So it is not permissible for me to call a Christian or a Jew or a Hindu brother, especially when debating or communicating. I say, brother. I can say Mr., I can say any other name that does not give the impression of closeness and brotherhood, because he's not my brother. My true brother is any Muslim, whether he's in China, in Bangladesh, in Arabia, or in Europe, or in the Americas. He is my true brother as indicated in the Quran. So it is not permissible to call non-Muslims as a brother or a sister. أحسن الله عليكم. لكن أخوة الإنسانية لجميع بني البشر كون جدهم وأبوهم آدم ليست ثابتة. ليست بثابتة. نعم، ليست بثابتة أن الجميع كلهم بنو آدم لا شك. لكن ما نقول هذا أخي لإنسان كافر، وأقصد الأخوة الإنسانية. إنما أخوة النسب صح.